Hey everyone, welcome to my channel. And yes, the second part or the finale of Karik is Something Fishy is here. So it released a couple of days back, but it was not subtitled at the time. Now it has been subtitled and I'm gonna watch it. It's almost a 1 hour video, 52 minutes, 51 minutes, 58 seconds. Let's be very specific. And yes, let's watch this video right away. It's gonna be a long ass reaction, and if I have to pause and say something, I will pause and say something and give my thoughts. So let's go. Kidnapping ആണ് തനിക്കും അറിയാം ഞങ്ങൾക്കും അറിയാം. താനെന്താ കേസ് രജിസ്റ്റർ ചെയ്യണ്ടെന്ന് പറയുന്നത്? I am a criminal consultant, Lakshman. ശ്യാം. Lord is dependent on this particular episode because they set it up really well. അപ്പാപ്പൻ അവറാന്റെ പാക്കറ്റിലേക്ക് If they don't conclude it well, it's all gonna fall apart. നല്ല സംശയമുണ്ട് ലക്ഷ്മണ. അപ്പൂപ്പ ബിനു അതിനുശേഷമാണ് ഈ സാറ് വളരെ ആദർശികമായിട്ട് കെട്ടിയെടുത്തത്. അവന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷന് വന്നാണ്. അതിന് ചോട്ടിച്ചെന്ന ജിഫി മോനെ വിട്ടുതരാന്ന് പറഞ്ഞു. കാരണവന്മാരുണ്ടാക്കി വെച്ച കാശ് കണ്ടവന്മാരും കൊണ്ട് തിന്നാൻ നിൽക്കുക. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഈ വീടിനെ പറ്റി നന്നായിട്ട് അറിയുന്ന ഈ വീട്ടുകാരും അവരുടെ ശീലങ്ങൾ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് നമ്മുടെ സസ്പെക്ട്. Everyone is a suspect. Okay. അതെ ഇതൂടെ ചേർത്തപ്പോ മൂന്നാമത്തെ പന്ത കളഞ്ഞു പോകുന്നു കേട്ടോ. ചുണ്ടി വെള്ളം ചേർക്കല്ലേ, 3 അല്ല 4 അടിച്ചോളഞ്ഞ എന്നെ പറ്റിക്കാൻ നോക്കണം. കിട്ടേ കഴിഞ്ഞ ആഴ്ച പോയാൽ തന്നെ എന്താ സാറേ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. അതെ, ഇവിടെ ഒരു കോട്ട കിട്ടുന്നൊരു വീടില്ലേ, മിസ്റ്റർ മിലിറ്ററി വാസുവിന്റെ വീട്. അതെവിടെ? ഉണ്ടവാസു മിലിറ്ററി. ഞാൻ പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോഴേ ആകെ ഐസായി പോയി സാറേ. ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഒരു കുരിശുപള്ളി ഉണ്ട്. അവിടെ നിന്ന് വലത്തോട്ട് ഒരു 300 മീറ്റർ ചെല്ലുമ്പോൾ ഇടതുവശത്ത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. അതിനോട് ചേർന്നൊരു ഇടവഴി അങ്ങ് ചെല്ലുമ്പോൾ തന്നെ ഒരു തോട്ടിലായിട്ട് ചെല്ലണം. ആ തോട്ടിൽ ഒരു 6.25 അടി നീളമുള്ള ഒരു തെങ്ങുപാലം ഉണ്ട്. അതങ്ങോട്ട് കയറി ചെല്ലുന്നത് നമ്മുടെ ശാന്തച്ചിയുടെ വീട്. അതിന്റെ വലതുവശത്ത് നമ്മുടെ മാസുവിന്റെ വീട്. പിന്നെ ഇതെടുക്കാൻ നിങ്ങൾ റിസ്ക് എടുത്തൊന്നും പോകണ്ട, ഞാൻ ഫ്രീയാ. ഞാനത് കളക്ട് ചെയ്ത് വന്നേക്കാം. അപ്പൊ ഈ നാട്ടിൽ ആരുടെ വീട് ചോദിച്ചാലും പക്കയായിട്ട് പറഞ്ഞു കൊടുക്കാൻ ബിരിച്ചേട്ടന് അറിയാമല്ലേ? പക്ക വടയായിട്ട് അറിയാം സാറേ, ഇത് എന്റെ ഏരിയ അല്ലേ. 2 ദിവസം മുമ്പ് ജെഫിനെ അന്വേഷിച്ച് തന്റെ അടുത്ത് വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഉദയനെ ഞങ്ങൾ കണ്ടിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞത് എവിടെ ജെഫിന്റെ വീട്? ജാതിക്കാട്ടിലെ ഹൗസ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? പ്രശ്നം ഉണ്ടല്ലോ, നീ പറഞ്ഞു തരത്തുള്ളൂ. അപ്പൊ താൻ പറഞ്ഞത്? സാറേ വഴി പറഞ്ഞു തരാൻ അറിയത്തില്ല, എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വീട് ഞാൻ കാണിച്ചു തരാം. ഈ നാട്ടിലെ പാലത്തിന്റെ അളവ് വരെ അറിയാവുന്ന തനിക്ക് തന്റെ കൂട്ടുകാരനായ ജെഫിന്റെ വീട്ടിലോട്ടുള്ള വഴി പറഞ്ഞു തരാൻ അറിയില്ല എന്നുള്ള പച്ച കള്ളം താൻ എന്തിനാ പറഞ്ഞത്? അത് മാത്രമല്ല, അപ്പച്ചൻ അവറാനെ പിടിച്ചിട്ട് ആ മുറ്റത്ത് കാല് കുത്താത്ത ബിനുവണ്ണൻ കറക്റ്റ് ജെഫിൻ കാണാതായ ദിവസം തന്നെ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്ത എന്തിനാ? സാർ ഇതായിട്ട് ഒരു ബന്ധമില്ല സാർ എനിക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ആ കുരിശുപള്ളിയുടെ മുമ്പിൽ നിന്നപ്പോ ജെഫിന്റെ വീട്ടിലെ വണ്ടിയിൽ അമ്മ കരഞ്ഞുകൊണ്ട് പോണ കണ്ടു. അപ്പൊ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ അവനെ കുറെ പ്രാവശ്യം വിളിച്ചു. ഞാൻ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ എന്തോ പന്തിയോട് തോന്നിയോണ്ട് ഞാൻ അവന്റെ വീട്ടിലോട്ട് ചെന്നതാണ് സാറേ. ഞാൻ അപ്പോഴാണ് അപ്പം പറഞ്ഞത് അവനെ ഇവിടെ ഇല്ല, ബാംഗ്ലൂർ പോയേക്ക. ബാംഗ്ലൂർ ഒന്നും പറഞ്ഞില്ലല്ലോ. ബാംഗ്ലൂരെന്നല്ല, അവൻ എവിടെ പോയാലും എന്നോട് പറയാണ്ട് പോകൂല. അന്ന് ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ നേരത്ത് അവന്റെ ഷൂസും ചെരുപ്പും അവിടെ ഞാൻ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പോലീസുകാരനും കൂടെ അവനെ അന്വേഷിച്ച് വന്നപ്പോ ഞാൻ പേടിച്ചു പോയി സാർ. ഓക്കെ, ഈ ജെഫിന്റെ മാതാവ് തെരേസയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു 40 ലക്ഷം രൂപ. 40 സാറേ, 50 ലക്ഷം. 40 ലക്ഷം രൂപ അല്ല, 50 ലക്ഷം. ഞാൻ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. 40 ലക്ഷം രൂപ. സാർ എനിക്ക് ഓർമ്മയുണ്ട്, 50 ലക്ഷം. 15 ലക്ഷം അല്ലേ സാർ? അപ്പൊ നിനക്ക് അതും അറിയാം. ഇനി പറ മോനെ ബിനു, എന്തിനാണ് നീയും ജെഫിനും കൂടി തട്ടിക്കൊണ്ടുപോയി നാടകം കളിച്ചത്? നിനക്കെതിരെ സംശയം വരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ടല്ലേ നീ ജെഫിന്റെ വീട്ടിൽ പോയി കയറിയത്? അകത്ത് പോകണ്ടെങ്കിൽ ഉള്ള കാര്യം പറഞ്ഞോ ബിനു. അങ്ങനെയൊന്നും അല്ല സാറേ. എന്നാ ഞാൻ പറയാനുള്ള ബാക്കി സത്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇങ്ങനെ പോയാൽ ഒന്നും ശരിയാവും തോന്നില്ല ബിനുണ്ണ. ഓ, അനൂപ കളി ജയിപ്പിക്കുമല്ലോ. അതല്ല, അമ്മയുടെ പേരിലുള്ള പൈസ നമുക്ക് കിട്ടുമെന്ന് തോന്നില്ല. മിക്കവാറും അത് അപ്പൻ അടിച്ചെടുക്കും. അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ എനിക്ക് UK പോകാൻ വെക്കും, അണ്ണന് പോകാൻ ഒക്കത്തില്ല. എടാ ജെഫിനെ കോഫി ഷോപ്പിൽ ചായ അടിക്കാൻ UK കൊണ്ടാവെന്ന് പറഞ്ഞതിന്റെ ഒരു മാത്രമാണ് വെളുപ്പിന് സന്തോഷിന്റെ അടുത്ത് പോയി 50 ചായ അടിച്ച് പ്രാക്ടീസ് ചെയ്യണത്. അപ്പൊ അടിച്ചടിച്ചടിച്ചപ്പോ കഷ്ടത്തിൽ പരിപ്പടവട്ടത്തിൽ തഴമ്പായി. പോരാത്തതിന് പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും. പൊന്നു ജെഫിനെ ഇങ്ങനെയൊന്നും ആശ തരല്ലേ ബിനുവണ്ണന്. അവന്മാരെന്റെ കൂട്ടുകാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ ഇറക്കാതെ അവരെന്നെ ബിസിനസ്സിൽ പാർട്ണർ ആക്കൂല. ന്യായമാണ്, അവർക്ക് ബുദ്ധിയുണ്ട്. പാർട്ണർ ആക്കിയില്ല നിങ്ങൾ എനിക്ക് UK കൊണ്ടുവരും പറ്റത്തില്ല.
ചെയ്യും? എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. അപ്പൻ ആ പൈസ അടിച്ചെടുക്കുന്നതിന് മുന്നേ നമുക്ക് ആ പൈസ അടിച്ചെടുക്കണം. എന്തെങ്കിലും വഴിയുണ്ട്? വഴിയുണ്ട്. നിന്റെ അപ്പാപ്പൻ അവറാനില്ലേ, അവറാനെ നമുക്ക് തട്ടിക്കൊണ്ടു പോവാം, കിഡ്നാപ്പ്. എന്നിട്ട് നിന്റെ അമ്മയുടെ 35 lakhs അങ്ങ് ചോദിക്കും, തന്നില്ലെങ്കിൽ പുള്ളിനെ കൊന്നുകളയും. Of course, there is a catch. It's a 51-minute episode. They can't just give away everything right now. Maybe that was the initial plan, but something got messed up. That's what I feel. Like, otherwise, this is not even 5 minutes into the video, into the episode, and he's revealing everything. Something's fishy. Yes, something's fishy. എന്ന് പറയും. എപ്പടി ഇருக்கு? പ്രമാദം. ഞാൻ ഓരോ മണ്ടത്തരം പറയും, അതും കേട്ട് പള്ളി പിടിച്ചോണ്ട് വരലാണ് അവന്റെ മെയിൻ പരിപാടി. അന്ന് തന്നെ അവന്റെ വീട്ടിൽ ചെന്നപ്പോ ആ കൊച്ചു പറഞ്ഞ്, അതും കൂടെ കേട്ടപ്പോ എന്റെ കിണി പോയി സാറേ. എനിക്ക് ഇതായിട്ട് ഒരു ബന്ധമില്ല. അവൻ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് നിങ്ങൾ അവനോട് തന്നെ കേട്ട് ചോദിക്കും. പിന്നെ UK ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് ബിസിനസ് ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ കൂട്ടുകാരുടെ കഫേയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചത്. എന്ന് കരുതി ആരെയും തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഈ പൈസക്ക് ഏറ്റവും കൂടുതൽ അത്യാഗ്രഹം ജെഫിനായിരുന്നു അല്ലേ? എനി കമന്റ്സ്? എന്ന് വെച്ചോണ്ട് ഞാൻ എന്നെ തന്നെ കിഡ്നാപ്പ് ചെയ്തിട്ട് വീട്ടുകാരെ നിന്ന് പൈസ വായിക്കുമോ? ഇവിടെ ഞാൻ വിക്ടിം. നിന്റെ വിക്ടിം കാർഡൊക്കെ കയ്യിലിരിക്കട്ടെ. ഈ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി നീ നിന്റെ കൂട്ടുകാരും കൂടി കളിച്ച വൃത്തികെട്ട പൊറാട്ട് നാടകമല്ലടാ ഈ കേസ്. സത്യം പറഞ്ഞു. എന്റെ മോനങ്ങനെ ചെയ്തില്ല സാറേ. പിന്നെ അവന് കുറച്ച് ബുദ്ധി കൂടി പോയി. അതിന് ഈ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്ന അവന് വട്ടാന്ന്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു സാർ? അങ്ങനെ അവര് പറഞ്ഞില്ലേ? നിങ്ങൾ നിങ്ങളുടെ മകനെ സംരക്ഷിക്കാൻ നോക്കണ്ട. ഈ കേസിൽ വിക്ടിമായ ജെഫിനാണ് ഞങ്ങളുടെ പ്രൈം സസ്പെക്ട്. സത്യത്തിൽ എന്റെ പേരിൽ ഇത്രയും പൈസ കിടപ്പുണ്ടെന്ന് അറിയാൻ തന്നെ കാരണം അവനാ. ഒരു ദിവസം അവൻ എന്റെ അപ്പന്റെ അമ്മയുടെ ഫോട്ടോ കണ്ടപ്പോഴേ ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ തോന്നി. അവൻ വലിയ ഫോട്ടോഗ്രാഫറൊക്കെ ഇരിക്കും. അപ്പോഴാണ് അതിന്റെ അടിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് അമ്മച്ചി എന്റെ പേരിൽ വനിതാ സുരക്ഷാ പദ്ധതിയിലെ പണം ഇരട്ടിക്കുന്ന നിക്ഷേപിച്ചതിന്റെ പേപ്പർ കിട്ടി. കണക്കൂട്ടി ഒരു 10-35 ലക്ഷം രൂപ വരത്തില്ലയോ? ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയും പൈസ കുടുംബത്തിലേക്ക് വന്നപ്പം അതിന് ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു. എന്റെ അപ്പൻ, അപ്പാപ്പൻ, എന്റെ പെങ്ങള് ജോമോള് എല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്നു. ഈ ജോമോളുടെ ഹസ്ബൻഡ് മാത്യൂസ് പുള്ളി ഒന്നും ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചോട്ടൊന്നുമില്ല. എനിക്ക് ഈ കുടുംബത്തിൽ ഒരു സ്വത്തിനോട് ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ, അത് ഞാൻ നേടി. എടി ജോമോളെ നീ. പക്ഷെ ഞാൻ ചോദിച്ചായിരുന്നു സാറേ, എന്റെ അമ്മയുടെ കാശല്ലേ, അപ്പൊ അതിൽ എനിക്കും അവകാശം ഇല്ലേ? അമ്മച്ചി അത് അമ്മയ്ക്ക് കൊടുത്തു. അപ്പൊ അമ്മ സ്വാഭാവികമായിട്ട് അത് എനിക്കല്ലേ തരണ്ടേ? അതാണല്ലോ അതിന്റെ ഒരു ട്രാക്ക്. പക്ഷെ അപ്പ സമ്മതിച്ചില്ല. ഭാര്യ എന്റെയാണല്ലോ, അപ്പൊ കാശും എന്റെ തന്നെ. പിന്നെ അത് മാത്രമല്ല, എന്റെ 2 പിള്ളേര്. Okay, so we're getting like different points of view for this money. Everybody wants the money. At least we know. That's why now they're all suspect. Everybody wants the money. Yo. ഒരു പ്രത്യേക ടൈപ്പാ. അപ്പനമ്മ എന്നൊന്നും അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. അവരപ്പ ഈ കാശ് എന്തായാലും കൊണ്ടുപോയി തൊലയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാത്ത. അപ്പോ കുറച്ചധികം നാളുകളായിട്ട് ഈ പൈസ ആർക്കൊരു ഉപയോഗമില്ലാതെ ബാങ്കിൽ തന്നെ കിടക്കുമായിരുന്നു അല്ലേ? ഈ അപ്പനും എന്റെ മക്കളും കൂടി ഈ കാശിന്റെ പേരിൽ കശവിഷയം വർത്താനൊക്കെ തുടങ്ങിയപ്പോഴേ ഞാൻ തന്നെ അത് ബാങ്കിൽ ഹോൾഡ് ചെയ്തത്. ഒന്ന് കിട്ടണമെങ്കിൽ സമാധാനമായിട്ട് അങ്ങോട്ട് എടുക്കാൻ വിചാരിച്ചു. നിങ്ങൾക്ക് എന്തായിരുന്നു ആ പൈസ കൊണ്ട് ഇപ്പൊ ആവശ്യം? എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ കാശിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ചത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് ചന്ദനത്തിന്റെ പെട്ടിയിലും VIP കല്ലറയിലും തന്നെ വേണം. അതെന്റെ അത്യാഭിലാഷം. അല്ല, അതിന്റെ പ്രൗഢി ഈ കുടുംബത്തിന് ഇവിടുത്തെ മക്കൾക്കും തന്നെ ആണല്ലോ. എന്റെ ലില്ലിക്കുട്ടിക്കും അതറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ VIP കല്ലറ ബുക്ക് ചെയ്യാനുള്ള വകുപ്പ് ഞങ്ങളുടെ ഫോട്ടോയുടെ പിന്നിൽ വെച്ചിട്ട് അവള് പോയി കളഞ്ഞത്. ആ ഫോട്ടോ ആണെങ്കിൽ ആ മുണഞ്ഞവൻ പുതുക്കാതെ പറഞ്ഞ് കൊണ്ടുപോയി നശിപ്പിച്ചു. തറവാടിന്റെ ഫ്രണ്ടിൽ ഹാളിലും വളരെ പ്രൗഢിയോടുകൂടി വെച്ചിരുന്ന പടം ഇപ്പോൾ ആരും കാണാതെ എൻ്റെ മുറിയിൽ മൂലയ്ക്ക് വെക്കേണ്ട അവസ്ഥയായി. അത്രയ്ക്ക് ഭംഗിയാക്കി തന്നവൻ. പിന്നെ ഉണ്ടയാ അപ്പാപ്പന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് മുടിപ്പിക്കുമെന്ന് അമ്മച്ചിക്ക് നല്ലോണം അറിയാം. അതല്ലേ ഫോട്ടോന്റെ ബാക്കിൽ അതെടുത്ത് ഒളിപ്പിച്ചു വെച്ചത്. എന്താ കാര്യം? പുള്ളി ആ ഫോട്ടോയിലേക്ക് തിരിഞ്ഞു പോലും നോക്കത്തില്ലെന്ന് പുള്ളിക്കാരിക്ക് അറിയാം. മുടിപ്പിച്ച അവന്റെ തന്ത ജോസഫ്, അവൻ ഞാൻ മുഴുകാൻ വളർത്തി വെച്ചേക്കുന്ന തന്നെ അവൻ പറയുന്ന കള്ളത്തിരകളൊക്കെ ഞാൻ നിപ്പ് നോക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാ. മുടിപ്പിച്ചെന്റെ കണക്ക് നോക്കുകയാണെങ്കിലേ അപ്പം തന്നെ ആ ഫ്രണ്ടില് ഉള്ളതും കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മച്ചി മരിക്കണതിന് മുമ്പ് വീടും പറമ്പും എന്റെ കെട്ടുകളുടെ പേരിൽ എഴുതി വെച്ചത്. See, now this is giving more context about the characters, how they think. In fact, this interrogation is kind of giving the whole idea of the family dynamics that there is, like the actual family dynamics. രാവിലെ ബാങ്കിൽ പൈസ എടുക്കാൻ പോയപ്പോൾ വലിയ താമസമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത്ര എളുപ്പമായിരുന്നു ബാങ്കിലെ ഫോർമാലിറ്റീസ് ഒക്കെ? ബാങ്കിലെ ഫോർമാലിറ്റീസ് ഒക്കെ അപ്പനും അമ്മയും കൂടെ നേരത്തെ തന്നെ ഡീൽ ചെയ്തായിരുന്നു. പിന്നെ ഒരാഴ്ച മുന്നേ തന്നെ അപ്പൻ അമ്മയെ കൊണ്ട് നിർബന്ധിച്ച് പൈസ ഒക്കെ വേറൊരു അക്കൗണ്ടിലോട്ട് മാറ്റി. അതുകൊണ്ട് ക്യാഷ് വിഡ്രോ ചെയ്യാൻ വലിയ ഡിലേ ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്നൊരു ആവശ്യം വന്ന് എടുക്കാൻ വിചാരിച്ച് അവളുടെ തന്നെ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടു. അത്രേ ചെയ്തുള്ളൂ. എന്താ കിഡ്നാപ്പിംഗ് ഉടനെ ഉണ്ടാവുന്ന തനിക്ക് വല്ല അശരീരി കിട്ടിയോ?
ഞാനൊരു കോൺട്രാക്ടറാണല്ലോ, എൻ്റെ കമ്പനിയെ സേഫ്റ്റി ഹോംസ്. അപ്പൊ ഇപ്പൊ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ റോൾ ചെയ്യാൻ കുറച്ചൊരു എമൗണ്ട് വേണം. ബിസിനസ് ആവശ്യം കഴിഞ്ഞ് ഫണ്ട് തിരികെ തരാമെന്ന് അത് ഞാൻ ഏറ്റതാ. അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. പക്ഷെ പിള്ളേർ അറിഞ്ഞപ്പോ ഒരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം ഉണ്ടാക്കിയത് വേറൊന്നും കൊണ്ടല്ല, എന്തോരം ഭൂസത്തുകൾ ഉണ്ടാകുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ അറിയോ. ഒന്നും ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. എല്ലാം അപ്പനും അപ്പാപ്പനും കൂടെ തൊലച്ചു. നിങ്ങളുടെ ഞങ്ങൾ ലാസറില്ലേ, പുള്ളി കാശും ചോദിച്ച് ഈ വഴിക്ക് വല്ലതും വന്നായിരുന്നോ? ഇല്ല സാറേ, അവൻ കുഞ്ഞായിരുന്നപ്പോഴേ അമ്മച്ചി മരിച്ചു പോയതാ. പിന്നെ അവനെ വളർത്തിയല്ല ഞാനാ. ഞാൻ ഇന്റർകാസ്റ്റ് ചെയ്തുകൊണ്ടേ അപ്പച്ചൻ അവനെ അന്നേ അടിച്ച് പുറത്താക്കി. കുറച്ച് പൈസ എനിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു സാറേ അവന്. പുള്ളി അമ്മച്ചില്ല. ആര്? അളിയൻ അല്ലാണ്ട് ആര്? ജോസഫോ? ആ, എന്നാ കുടുംബത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ വേണ്ടി അപ്പൻ്റെ കൂടെ ചുക്കാൻ പിടിച്ചെന്നും ഈ അളിയൻ തന്നെയാ. ലാസർ. സോറി ലാസറങ്ങളെ, ഈ ജെഫിനെ കാണാതായ ദിവസം വൈകിട്ട് ലാസറങ്ങൾ ആ വീട്ടിൽ പോവുകയും ജെഫിനുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. What if, okay, this is my guess. What if all of them are involved in something else and this is just like this kidnapping and all of this is just a distraction to divert the attention of these investigators to something else? I'm maybe thinking too much. അല്ലേ? നിങ്ങൾ ആ വീട്ടിൽ ചവിട്ടി പുറത്താക്കിയതല്ലേ? പിന്നെ എന്തിനാണ് അവിടെ കരുതുന്നത്? ചവിട്ടി പുറത്താക്കി എന്നുള്ള ശരിയൊക്കെ തന്നെയാ, പക്ഷെ മൊത്തത്തിൽ ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല. എന്റെ ചേച്ചി അവിടത്തോളം കാലം എനിക്ക് എപ്പോ വേണേ അവിടെ വലിഞ്ഞേറിച്ചില്ല. അന്ന് എന്തിനാ പോയെന്നാ ചോദിച്ചേ? അപ്പനെ കാണാൻ. ആരവറാനെയോ? ആ, എന്തിന്? എന്റെ പൊന്നു സാറേ, ഞാൻ വല്ലപ്പോഴും ആ കുടുംബത്തേക്ക് കയറി ചെല്ലണം. അപ്പനെ കണ്ട് കരഞ്ഞ് കാലം പിടിച്ച് പുള്ളിയുടെ മനസ്സൊന്ന് മാറ്റി ആ കുടുംബത്തിൽ കയറി പറ്റാൻ വേണ്ടിയാ. എന്നിട്ട് കയറ്റിയോ? ഇല്ല, ആട്ടി. തൊട്ടടുത്ത ദിവസം വിവരം പറഞ്ഞ ഏറ്റവും അവസാനം അവിടെ ചെന്ന് നിങ്ങളായിരുന്നു അല്ലേ? അതെ. അതുവരെ അങ്കിൾ അവിടെ ആയിരുന്നു. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, കടയിൽ. ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ആ. ഉറപ്പാണോ? എന്തേ സാറിന് സംശയമുണ്ടോ? കണ്ട സാറേ, ഞാൻ ഒരു 8:30 കടയിൽ നിന്ന് തുറന്നുവിട്ടിരിപ്പുണ്ട്. താനിവിടെ ഈച്ചടിച്ചിരിപ്പാണോ? ഇവിടെ വേറെ ആരും വരാറില്ലേ? ഉണ്ട്, ഇപ്പൊ ഓഫ് സീസൺ. ഈ സമയം കടയും പൂട്ടി ഞങ്ങൾ എങ്ങോട്ടാ പോയെ? ഞാൻ മെഡിസിൻ്റെ സ്റ്റോക്ക് എടുക്കാൻ പോയത്. എവിടെ? ഇവിടെ തൊട്ടടുത്തൊരു ഹോൾസെയിൽ കടയുണ്ട്. ഞാൻ എല്ലാ മാസവും 6-ാം തീയതി അവിടെ പോയാൽ സ്റ്റോക്ക് എടുക്കുന്നത്. അന്ന് പോയിട്ട് വരുന്ന വഴി ചേച്ചി വിളിച്ചപ്പോൾ പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. എന്താ സാറിന് വല്ല സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ സാർ അവിടെ പോയി അന്വേഷിച്ചാൽ മതി. ഞാൻ അവിടെ ചെന്നിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാൻ പറ്റും. അത് താന്നെ പഠിപ്പിക്കണ്ട, അതൊക്കെ എന്തായാലും അന്വേഷിച്ചിട്ടേ പോവും. നമ്മുടെ പയ്യന് ഉപേക്ഷിച്ച സ്ഥലമില്ലേ നേരക്കൂടെ, അതെവിടെ? സാറേ, ഞാൻ ഇട്ടോട്ടെ, ഉറുമ്പടിക്കുന്നു. ജെഫിൻ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ കിടന്നത് എനിക്ക് ഉറപ്പല്ലേ? വേദന എടുത്ത് പൊളയുന്ന എൻ്റെ നട്ടലാണ് സത്യം. ജെഫിൻ ഇങ്ങനെ തന്നെ കിടന്നേ. എനിക്ക് താനിവിടെ ഓടിക്കേറി വന്നപ്പോ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആ, ജെഫിൻ. എടോ, താനിവിടെ ഓടിക്കേറി വന്ന സമയത്ത് ഇവിടുന്ന് കിഡ്നാപ്പേഴ്സ് ആയാലും ഓടി രക്ഷപ്പെടുന്ന സീനോ അങ്ങനെ എന്തെങ്കിലും താൻ കണ്ടായിരുന്നോ? അവർ ഓടിയൊന്നുമില്ല രക്ഷപ്പെട്ടു, അവർ വണ്ടിക്കാണ്ടാ പോയത്. താനല്ലേ പറഞ്ഞു താനൊന്നും കണ്ടില്ലെന്ന്? പിന്നെ തനിക്ക് അതിനെ അറിയാം അവർ വണ്ടിയിൽ രക്ഷപ്പെട്ടെന്ന്? ഞാൻ ഓടിക്കേറി വരുമ്പോൾ ഒരു വണ്ടി ജെറ്റ് വിട്ട് പോണ സൗണ്ട് ഞാൻ കേട്ടു. ഏത് വണ്ടി? ഒരു ഓട്ടോ. ഓട്ടോ നമ്പർ പറ. അല്ലല്ല, ബൈക്കാ? അല്ല, ഈ ഓട്ടോയും ബൈക്കിന്റെ ഒക്കെ പോലത്തെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രത്യേകതര സൗണ്ട്. എനിക്ക് അറിയില്ല. ഈ ജെഫിന്റെ വീടും അക്വഡേറ്റും തമ്മിൽ എത്ര ദൂരമുണ്ട്? ഒരു 5 കിലോമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ കുടുംബക്കാർക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനായിരിക്കും ഇതുപോലെ അടുത്തൊരു സ്ഥലം ചൂസ് ചെയ്തല്ലേ? എന്നാ പിന്നെ വീടിന്റെ മുറ്റത്ത് തന്നെ പൈസ മേടിച്ച് ഇറക്കി വിട്ടാ പോരെ സാർ? സാർ, താഴെ നിന്ന് മുകളിലോട്ട് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ആരാണ് ഉള്ളതെന്നും യാതൊരു തരത്തിലുള്ള വിസിബിലിറ്റി ഇല്ല. ഫുൾ കട്ട്. അത് നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളാണ് സാർ ഈ സ്ഥലം ചൂസ് ചെയ്തേക്കുന്നത്. ഈ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്ത് എവിടെയുണ്ട്. അത് മാത്രമല്ല സാർ, കസ്റ്റഡിയിലുള്ള ജെഫിനെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ എത്തിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടെ ആയിരിക്കണം ഇത്. ഓ, അങ്ങനെയാണ് ജെഫിനെ ഒളിപ്പിച്ച സ്ഥലവും ഈ അക്കോഡേറ്റും തമ്മിൽ വലിയ ദൂരം കാണില്ലല്ലേ? യെസ്. ഫോർ എക്സാമ്പിൾ, ലാസറങ്ങളുടെ മെഡിക്കൽ ഷോപ്പും ഈ അക്കോഡേറ്റും തമ്മിൽ ഒരു 8 കിലോമീറ്റർ വ്യത്യാസമല്ലേ ഉള്ളൂ സാർ. അങ്ങനെയാണെങ്കിൽ ഈ അളിയന്റെ സൈറ്റും മാത്യൂസിന്റെ വർക്ക്ഷോപ്പും ഇവിടെ തൊട്ടടുത്താ. ഇവിടെ ലാസറേ, തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കറിയാൻ സംശയമൊന്നുമില്ല, പക്ഷെ നല്ല ഡൗട്ടുണ്ട്. ആരെ? മാത്യൂസിനെ. മാത്യൂസ് അയാളാ? അവൻ ഓൾറെഡി കുടുംബത്തുകാർ കിഡ്നാപ്പ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവനാണ്. ഈ ജെഫിന്റെ പെങ്ങളില്ലേ ജോമോള്, അവളുടെ സ്കൂട്ടർ ശരിയാക്കുന്ന ഒരു തുക്കട മെക്കാനിക്കായിരുന്നു ഈ മാത്യൂസ്. അവന് ഞങ്ങളുടെ വീടും പറമ്പ് കണ്ടപ്പോഴേക്കും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അതിന് ശേഷം അവൻ ആ പെണ്ണെ കാണണേ. അവൻ കുടുംബത്ത് കയറുന്ന സ്പാനറിട്ട് തിരിച്ച് ആ പെണ്ണെ ഊരിക്കൊണ്ട് പോയി. കയറോ? ആ, അവള് കയറെടുക്കുന്ന പറഞ്ഞപ്പോൾ ചേച്ചി അവരുടെ കല്യാണം നടത്തി കൊടുത്തേ. അങ്ങനെ ആ തെണ്ടി ഞങ്ങളുടെ കുടുംബത്ത് കയറിയത്. അതല്ല സാർ,
പെട്ടി വലിച്ചു കയറ്റാൻ ഉപയോഗിച്ച കയർ അതെവിടെ? Oh right, that is evidence. കയറോടില്ല, മിസ്സിംഗ് ആണ്. പാലത്തുനിന്ന് ഇവരുടെ വണ്ടി കസ്റ്റഡി എടുത്തപ്പോ പോക്കും പെട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാർ, പെട്ടിയും കയറും ഒരുമിച്ചാ താഴേക്ക് വന്നത്. ഇപ്പൊ പെട്ടിയുണ്ട്, കയറില്ല. കയറോടോ? എനിക്കറിയാൻ പാടില്ല. എല്ലാം കൂടി താഴത്തേക്ക് വിടപ്പോൾ ഞാൻ ഓടി മേളിലേക്ക് പോയത്. സാർ, മുകളിൽ നിട്ട കയർ താഴെ നിൽക്കുന്ന 6 അടിയുള്ള ജോസഫിന്റെ കീഴ് വരെ വന്നിട്ടുണ്ടെങ്കിൽ കയറിന്റെ മൊത്തം നീളം ഒരു 12 മീറ്റർ എങ്കിലും കാണും. പിന്നെ പെട്ടി കയറി കെട്ടി വലിക്കുമ്പോൾ മുകളിൽ കോൺക്രീറ്റ് ഉണ്ടായിരുന്ന ചെറിയ ഒരവ് സൂചിപ്പിക്കുന്നത് കയറിന്റെ തിക്നെസ് ഏകദേശം ഒരു 10 mm. I like his deduction skills and I like the way it's being shot also, like even with the camera work. That's nice. സാർ, മുകളിൽ നിട്ട കയർ താഴെ നിൽക്കുന്ന 6 അടിയുള്ള ജോസഫിന്റെ കീഴ് വരെ വന്നിട്ടുണ്ടെങ്കിൽ കയറിന്റെ മൊത്തം നീളം ഒരു 12 മീറ്റർ എങ്കിലും കാണും. പിന്നെ പെട്ടി കയറി കെട്ടി വലിക്കുമ്പോൾ മുകളിൽ കോൺക്രീറ്റ് ഉണ്ടായിരുന്ന ചെറിയ ഒരവ് സൂചിപ്പിക്കുന്നത് കയറിന്റെ തിക്നെസ് ഏകദേശം ഒരു 10 mm എങ്കിലും കാണും. സോ ആ കയർ ഒരു തൊണ്ടിയാണെന്ന് മനസ്സിലാക്കി ഏതോ ഒരു തെണ്ടി മനഃപൂർവ്വം അത് ഇവിടെ നിർത്തി മാറ്റിയതാണ് സാർ. ആ കയറിന്റെ ഒരു അറ്റം പിടിച്ചങ്ങ് പോയാൽ മതി. മറ്റേ അറ്റത്ത് നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് അത് അവിടെ തന്നെ കാണും. പാൽക്കപ്പയും പള്ളിക്കറി വേറെ സ്പോട്ട് ഉണ്ട്. വീട്ടിലെ രുചി നാട്ടിലെ കറി. നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, നമ്മൾ വിഷയത്തിൽ നിന്ന് വല്ലാണ്ട് തെന്നി മാറുന്നുണ്ട്. കയറിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന നമ്മളിപ്പോ ഫുഡിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. സാറേ, ഈ കയറെടുത്താരെന്ന് കണ്ടുപിടിക്കണ്ടേ? അതിന് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം. എന്താ നടത്തില്ല, ഫുഡ് കഴിക്കാതെ എന്റെ ബ്രെയിൻ വർക്ക് ചെയ്തില്ല. നമുക്കതുകൊണ്ട് ഫുഡ് ആദ്യം കണ്ടുപിടിക്കാം, എന്നിട്ട് കയറ് കഴിക്കാവേ. അതിന് ഈ പാൽക്കപ്പി പള്ളിപ്പെരുന്നാളും തന്നെ വേണം നിർബന്ധമുണ്ടോ? അല്ല, കപ്പലണ്ടി വാങ്ങി കുറച്ചാ സാറേ, ബില്ലിന്റെ കാര്യം എന്തായി? അല്ല, പോളിസിന്റെ കാര്യം എന്തായി? എടുപ്പിച്ചോ? അത് തരാന്നാ പറഞ്ഞേ, പക്ഷെ ഇനിയും വൈകും. എടോ, അൺഒഫീഷ്യൽ കേസാ. അതിന്റെ ഇടയിൽ കൂടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ്, കോൾ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ അവിടെ ചെന്നാലേ അവന്മാര് തെളിയാത്ത കേസിന്റെ ഫയൽ എടുത്ത് തലക്കടിക്കും. സാറേ, കോൾ ലിസ്റ്റ് കിട്ടിയിട്ട് നമുക്ക് എന്തേലും അതിൽ നിന്ന് കിട്ടിയേനെ കേട്ടോ. എടോ, അത് ഞാൻ ഒപ്പിച്ചുതരാം, അതവിടെ കിടക്കട്ടെ. താനാ കയറിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടുന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് അതെന്തായി? കോൾ ലിസ്റ്റ് അവിടെ ഇരിക്കുമല്ലേ, അപ്പൊ കയറും അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ CCTVയുടെ കാര്യം എന്തായി? ലാസർ എല്ലാ മാസവും 6-ാം തീയതി തന്നെ മെഡിസിൻ സ്റ്റോക്ക് എടുക്കാൻ അവിടെ പോവാറുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അവിടെ CCTV ഉണ്ട്, അതെടുക്കാൻ ഒരാളെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഉടനെ കിട്ടും. അല്ല സാർ, ഞാൻ പറഞ്ഞ അക്കുഡേറ്റിന്റെ അടുത്തുള്ള CCTV. എടോ, അക്കുഡേറ്റിന്റെ 3 കിലോമീറ്റർ റേഡിയസിൽ നോ CCTV. പോരാത്തിന് ഒരുപാട് ഊടുവഴികളും. അവിടെ നിന്ന് താന്നും പ്രതീക്ഷിക്കണ്ട. ലെക്സ്, നമുക്ക് ഈ CCTVയുടെയും കോൾ ലിസ്റ്റിനും പുറകെ പോവാതെ വാതിൽ തുറന്നു കൊടുത്ത ആരായിരിക്കും എന്നൊന്ന് പെടുത്തിയത് നോക്കിയാലോ? സാറിന് സംശയം? എനിക്ക് ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും സംശയമുണ്ട്. അത് വിട്. ലാസർ പറഞ്ഞത് അയാൾക്ക് മാത്യൂസിന് നല്ല സംശയം ഉണ്ടെന്നല്ലേ? അത് പെങ്ങടെ മോളെ അടിച്ചോണ്ട് ഒരു മാമന്റെ രോദനം. എനിക്ക് അങ്ങനെ തോന്നിയത്. അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ? പറ്റില്ല. എടോ, താനല്ലേ പറഞ്ഞ ഈ ജെഫിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടിട്ട് തൊഴുത്തും അക്കുഡേറ്റും തമ്മിൽ വലിയ ദൂരമില്ലാന്ന്. അങ്ങനെ നോക്കുമ്പോൾ മാത്യൂസിന്റെ വർഷോപ്പിന്റെ അടുത്തല്ല അക്കുഡേറ്റ്. നമുക്ക് സംശയിച്ചൂടെ? പക്ഷെ മാത്യൂസും ജോമോളും അന്ന് വീട്ടിലില്ലായിരുന്നു എന്നല്ലേ വീട്ടുകാർ പറഞ്ഞത്. മാത്യൂസിന്റെ കുടുംബത്ത് പോയേക്കുമായിരുന്നു. കൃത്യമായിട്ട് കിഡ്നാപ്പിംഗ് നടന്ന ദിവസം തന്നെ വീട്ടിൽ നിന്ന് മാറിയുന്നതിൽ എന്തോ ഒരു അപാകത ഇല്ലേ? എന്നാലും വീട്ടിന്റെ മുന്നിലത്തെ വാതിൽ ഒരാൾ തുറന്നു കൊടുക്കണ്ടേ? അത് വീട്ടിലുണ്ടായിരുന്ന ഒരാൾ തന്നെ ആയിരിക്കത്തില്ലേ? തുറന്നു കൊടുത്തിട്ടുണ്ട്, കൊടുക്കണം. അതാരാന്നും എനിക്ക് ഏകദേശം ഉറപ്പാണ്. അവറാനം. അയാളുടെ ഒടുക്കത്തെ വെടികാരനാണ് അവന്മാരെ പ്ലാൻ കംപ്ലീറ്റ് പൊളിഞ്ഞത്. അയാളൊന്നുമല്ല. പിന്നെ ആരാ? ജെഫിന്റെ മമ്മി. ഓൾമോസ്റ്റ് ക്ലോസ്. ജെഫിന്റെ ഡാഡി. ജോസഫേട്ടനോ? അല്ല, അതെങ്ങനെ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ ജോസഫ് ഉറങ്ങാതിരുന്നു. എന്തിന്? ജെഫിനെ പൊക്കാൻ വന്നവർക്ക് ഡോറ് തുറന്നു കൊടുത്ത ജോസഫ് പിന്നീട് ആരും അറിയാതെ അയാൾ പോയി ബെഡിൽ കിടക്കുന്നു. പിന്നീട് കുടുംബക്കാർക്ക് ഒരു സംശയവും തോന്നാത്ത രീതിയിൽ അയാൾ അഭിനയിക്കുകയായിരുന്നു. ഇതെന്തിനാ പിന്നെയും പറഞ്ഞേ? അഭിനയം? എന്തഭിനയം? ജോസഫേ, എന്താ സൗണ്ട് കേൾക്കുന്നു? അല്ലമാരെ പൊട്ടിയായിരിക്കും. കിടന്നുറങ്ങാൻ നോക്ക്. രാവിലെ അമ്മ പത്തെടുക്കാൻ വരുന്ന ഗ്യാപ്പിൽ ഫോട്ടോ അവിടെ പ്ലേസ് ചെയ്യുകയും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന വഴിക്ക് തന്നെ കിഡ്നാപ്പേഴ്സ് കൊണ്ട് വിളിപ്പിച്ച് അയാൾ കുടുംബക്കാരുടെ വിശ്വാസം ഊട്ടിയുറപ്പിച്ചു. പയ്യനെ ഡെലിവറി ചെയ്യാൻ വേണ്ടി കിഡ്നാപ്പേഴ്സ് വിളിച്ച രണ്ടാമത്തെ കോൾ, ആ കോൾ ജോസഫ് മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ സമയം അയാൾ ബാത്റൂമിലായിരുന്നല്ലേ പറഞ്ഞേ? അതേലോ. അതെന്തേലും ആയിക്കോട്ടെ, പയ്യനെ എവിടെ കൊണ്ടുവരണം, എപ്പ കൊണ്ടുവരണം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ജോസഫ് പറഞ്ഞിട്ടാണ് വീട്ടുകാർ മുഴുവൻ അറിയണം. ഇത് നമ്മുടെ തുരുത്തിനടുത്തുള്ള അക്കുഡേറ്റാ.
ആ അതിന് ചോട്ടിച്ചെന്നാ ജെഫി മോനെ വിട്ടുതരാന്ന് പറഞ്ഞു. അല്ല, നമ്മൾ ഈ പൈസ മുഴുവൻ അവന്മാർക്ക് കൊണ്ട് കൊടുക്കണം. എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് ചോദിച്ചാലോ? കൂടി വിടുന്നു ആണി മാസം കഴിവോ? ചെക്കന്റെ ജീവൻ വെച്ച് റിസ്ക് എടുക്കണ്ട. അപ്പാ കാരണന്മാരുണ്ടാക്കി വെച്ച കാശ് കണ്ടവന്മാരെ കൊണ്ട് തിന്നാൻ നിൽക്കുക. അങ്ങനെ എല്ലാവരെയും പറ്റിച്ച് ആ പൈസ അടിക്കാൻ സ്വപ്നം കണ്ടിരുന്ന ജോസഫ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് അപ്പാപ്പൻ അവറാന്റെ ആ വെടി. അങ്ങനെ പ്ലാനും പൊളിഞ്ഞ് പയ്യനെയും കൊണ്ട് തിരിച്ചു വരുന്ന വഴിയിലായിരുന്നു പാലത്തിലെ ആ ആക്സിഡന്റ്. പിന്നീട് അയാളുടെ ആൾക്കാർ ഉപയോഗിച്ച് കയറവടന്ന് മുക്കി. MLA ഹോൾഡ് ഉപയോഗിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാതെ പൂഴ്ത്തി. വിച്ച് മീൻസ് കയറിനേഷൻ നമ്മൾ ആദ്യം പോകേണ്ടത് അക്കുഡേറ്റിനടുത്തുള്ള ജോസഫിന്റെ വർക്ക് സൈറ്റിലേക്കാണ്. അവിടെ ചെന്നാൽ നമുക്ക് കയറ് മാത്രമല്ല ഈ കേസിൽ വഴിത്തിരിവാവുന്ന പല സുപ്രധാന തെളിവുകളും നമുക്ക് അവിടെ നിന്ന് കിട്ടിയേക്കും. എന്താ സാറേ ഇവിടെ? ഒന്നുമില്ല, ജോസഫിനെ ഒന്ന് കാണാൻ വന്നാ. പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ല. അതറിയാം, അതാ പറയാഞ്ഞ്. ഞങ്ങൾ ഈ അക്കുഡേറ്റ് വരെ വന്നാ ക്രൈം സ്പോട്ടേ. അപ്പോഴാ ലാസർ പറഞ്ഞേ ജോസഫിന്റെ സൈറ്റ് അവിടെ നിന്ന് വളരെ അടുത്താണെന്ന്. എന്നാ പിന്നെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. എന്ത് സൈറ്റോ? സൈറ്റും കാണാം ജോസഫിനെയും കാണാം. സാറിന് ഇവിടെ ഒറ്റ സൈറ്റേ ഉള്ളൂ? അക്വാഡക്റ്റിനോട് അടുത്ത് ഈ ഒറ്റ സൈറ്റേ ഉള്ളൂ, ബാക്കിയൊക്കെ ദൂരെയാ. ഞങ്ങൾ അങ്ങനെ ചോദിച്ചില്ലല്ലോ. അതിലേക്കാണല്ലോ ചോദ്യം വന്നത്. ഞാൻ അങ്ങോട്ട് ഊഹിച്ചു, വെറുതെ എന്തിന്റെ സമയം കളഞ്ഞു, പണിയൊക്കെ നടക്കല്ലേ. താങ്ക് യു. ഇവിടെ മൊത്തം എത്ര പണിക്കാരുണ്ട്? എനിക്ക് സ്ഥിരമായിട്ട് ഒരു 4-5 പേരുണ്ട്. ഇവരൊക്കെ ജോസഫ് പറഞ്ഞ എന്തും കേൾക്കുമായിരിക്കും അല്ലേ? പിന്നെ നല്ല അനുസരണയുള്ളവരാ. കാണിച്ചു തന്നെ. ശ്രീകുട്ടാ, ആ ചട്ടി ഒന്ന് അവിടെ വെച്ചേ. ഒന്ന് കറങ്ങിയടാ, ചട്ടി എടുത്ത് വെച്ചേ. ഇളി നിർത്തി കേറിപ്പോക്കോ. കണ്ട സാറേ, നല്ല അനുസരണ. ഒരു സല്യൂട്ട് കൂടി എടുപ്പിക്കണോ? ഇളക്കല്ലേ. ഈ കിഡ്നാപ്പിംഗ് നടന്ന ദിവസം തനിക്ക് അവിടെ പണി ഉണ്ടായിരുന്നു? ഇല്ല. അപ്പൊ പണിയുമില്ല പണിക്കാരും ഇല്ല അല്ലേ? ഇല്ല. ഈ വീടിന്റെ താക്കോൽ എവിടെയാ? ഈ വീടിന്റെ താക്കോല? സാറേ ഈ ഷെഡ് ലോക്കാ. ഇതിന്റെ താക്കോല് എവിടെ? അതെ, ഷെഡ് താക്കോൽ. ഞാൻ അതാ ഉദ്ദേശിച്ചത്. അതെവിടെ? ശ്രീകുട്ടാ, എന്താ പറയണേ? ആ സാറിന് ഷെഡും തുറന്നു കൊടുത്തേ. അല്ല, സാർ എന്താ പറഞ്ഞത്? ഞാൻ എന്റെ മകനെ കിഡ്നാപ്പ് ചെയ്ത് ഷെഡിൽ പൂട്ടിയിട്ടെന്നാ. ഏത് മണ്ടന്റെ ബുദ്ധിയില്ല സാർ ഇങ്ങനെയൊക്കെ വന്നത്? ബുദ്ധി ആരുടെ വേണമെങ്കിലും ആയിക്കോട്ടെ. ജെഫിനെ ഹൈജാക്ക് ചെയ്ത സ്ഥലവും അക്കുഡേറ്റും തമ്മിൽ വലിയ ദൂരമില്ലെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും സേഫ് തൻ്റെ ഈ സൈറ്റാ. അത് മാത്രമല്ല, ജെഫിനെ കിഡ്നാപ്പ് ആയ ദിവസം തന്നെ താൻ മനഃപൂർവ്വം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സൈറ്റിലെ പണി നിർത്തി വെച്ചു. ഞാൻ മുൻകൂട്ടി മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ടല്ല അന്ന് ഈ സൈറ്റിലെ പണി നിർത്തി വെച്ചത്. അതാണിപ്പോ ഉണ്ടാക്കി പറയുന്നല്ലേ? തെളിവൊന്നുമില്ലല്ലോ. തെളിവാ? തെളിവുണ്ട് സാർ. Okay. ഇതാണോ തന്റെ തെളിവ്? അതെ സാർ, ഇതാണ് കൈലി TMT കോട്ടഡ് പ്ലസ് ബാർ. കഴിഞ്ഞ ഓഗസ്റ്റ് 6-ാം തീയതി എൻ്റെ മകനെ കിഡ്നാപ്പായ ദിവസം ഞാനും സേഫ് ഹോമും ഈ വീടിന്റെ ഫൗണ്ടേഷൻ വർക്കിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. അന്ന് രാവിലെയാണ് ഈ വീടിന്റെ ഓണർ വിളിച്ചു പറഞ്ഞത് ഞാൻ വാങ്ങിച്ച TMT പുള്ളിക്ക് വേണ്ട, പുള്ളിക്ക് കൈലി TMT തന്നെ വേണമെന്ന്. അങ്ങനെയാണ് ഈ സൈറ്റിൽ പണി ഞങ്ങൾക്ക് നിർത്തിവെക്കേണ്ടി വന്നത്. അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്യുകയോ എൻ്റെ മകൻ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടോ കൊണ്ടോ അല്ല. പിന്നെ അങ്ങനെ പണി കിട്ടി ഒരു പണിയും ചെയ്യാൻ പറ്റാതിരുന്ന എൻ്റെ പണിക്കാർക്ക് കൂലി കൊടുക്കേണ്ടി വന്നതിൻ്റെ ബില്ല്, കൂടാതെ അന്ന് കിഡ്നാപ്പേഴ്സ് വിളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തി ഞാൻ ഈ കൈലി TMT പർച്ചേസ് ചെയ്തതിൻ്റെ ബില്ലും. അയാൾക്ക് എന്തിനാ രാവിലെ കൈലി TMT വേണമെന്ന് ഇത്ര നിർബന്ധം? എനിക്ക് തോന്നുന്നു പുള്ളി അന്ന് രാവിലെ ലാലേട്ടൻ്റെ ആഡ് കണ്ടു തോന്നുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അതല്ല, സാധാരണ TMT പോലെയല്ല ഈ കൈലി TMT. നല്ല അയണോറ കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടേ ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും. സിൽവർ കളർ കണ്ട സാറേ, അലൂമിനിയം സിങ്ക് കോട്ടിംഗ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പിക്കില്ല. 100 വർഷം നിൽക്കുന്ന ബിൽഡിംഗ് 200 വർഷം ഇതുപോലെ വളച്ചൊടിച്ചത് ബാർ കമ്പനിയുടെ ആണല്ലോ. അപ്പൊ അവരെന്നെ ബെൻഡ് ചെയ്തു. നമ്മളതിന്റെ അളവ് കൊടുത്താൽ മതി, കമ്പനി തന്നെ നമുക്കിത് ബെൻഡ് ചെയ്ത് തരും. അപ്പൊ വേസ്റ്റേജും ഇല്ല, ഇവന്മാര് വളച്ചൊടിച്ച് സമയവും പോവില്ല. ഇതെന്ത് തെളിവ്? സാറിന് തെളിവ് പോരെ? തരാം. ശ്രീകുട്ടാ, സാറേ മുതലാളി പറഞ്ഞൊക്കെ ശരിയാ. ഞങ്ങളെല്ലാരും വീട്ടിൽ പോയി. സാറോടാ സാർ വേലയെ പാക്കാമ കുഴു കൊടുത്ത പെരിയ മനുഷ്യൻ സാർ. അവർ കടവുൾ സാർ. അവർ പണിയാക്കും സാർ. ഇന്ന് പോടാന്ന് പറഞ്ഞപ്പോ തെളിവായില്ലേ സാർ? പൊക്കൂടായിരുന്നോ?
അതെ, ഞങ്ങൾ ഇതിനൊന്നും വന്നതല്ല. ഞങ്ങൾ ഒരു കയർ അന്വേഷിച്ചു വന്നത്. ഏത് കയറ്? ആക്വിഡേറ്റ് പെട്ടി വലിച്ചേറ്റ് ഉപയോഗിച്ച കയറില്ലേ, ആ കയർ. ആ കയറ്. ആ കയറ് അത് നൈസായിട്ടൊക്കെ മുക്കിയല്ലേ? സാറേ, ഈ കയറും പെട്ടിയും കൂടി എന്റെ നെഞ്ചത്തേക്ക് വീണപ്പോഴേ എന്റെ റിലേ അങ്ങോട്ട് കട്ടായി പോയി. പിന്നെ എനിക്ക് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. മാത്യൂസ് ആണ് എന്നെയും പെട്ടീനെ സേഫ് ആക്കിയതേ. സാറൊന്ന് മാത്യൂസിനോട് ചോദിച്ചു നോക്ക്, അവര് നല്ല ബോധം കാണും. സാറേ, അങ്ങനെ സിറ്റുവേഷനിൽ ഈ കപ്പയും കയറൊക്കെ ആര് നോക്കാനാ? താൻ പിന്നെ എന്താ ശ്രദ്ധിച്ചത്? ഞാൻ അപ്പനെ പെട്ടി സേഫ് ആക്കി. അപ്പനെ ആണോ അതോ പെട്ടിയാണോ? സാർ ഈ വണ്ടി സെക്കൻഡ് ഇട്ട് അങ്ങോട്ടാ കൊണ്ടുപോകുന്ന എനിക്ക് മനസ്സിലായി. സാറേ, അളിയനെ കിഡ്നാപ്പ് ചെയ്ത കേസോട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ഞാൻ അന്തസ്സാട്ടി വർഷോപ്പ് ജീവിക്കുന്ന ഒരാളാണ്. തന്നെപ്പറ്റി ഞാൻ അങ്ങനെയൊന്നല്ലോ കേട്ടത്. താനിവിടെ പണിക്ക് വരുന്ന വണ്ടിയുള്ള പാർട്സ് ഒരു മറിച്ചടിക്കാരനെന്നാണല്ലോ ജനസംസാരം. ഉണ്ടാവും സാറേ, ഞാനൊരു തൊഴിലാളിയാ തുടങ്ങിയതാ, ഇന്നൊരു മുതലാളിയാ. പിന്നെ നാട്ടിൽ ഓർത്ത് രക്ഷപ്പെടുമ്പോൾ നാട്ടുകാർക്ക് ഒരു കണ്ണടി ഉണ്ടാവൂലേ, അത്രേ ഉള്ളൂ. ഇവിടെ എത്ര പണിക്കാരുണ്ട്? ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ സാറേ. ഇപ്പൊ അല്ല, അപ്പോ ഒരാൾ കൂടും. അതാരാ? ബ്രിട്ടോ. അവൻ 4-5 ദിവസം മുമ്പ് പണി നിർത്തിപ്പോയി സാറേ. 4-5 ദിവസം മുമ്പേ? എന്താ കാര്യം? അത് അവനൊരു ഒറ്റ ബുദ്ധിയാ സാറേ. സിംഗിൾ മൈൻഡ്. പിന്നെ ഞങ്ങൾ അധികം അടുപ്പിക്കാറില്ല, ശല്യമായിട്ട് മുതലാളി തന്നെ പറഞ്ഞിട്ട്. ഓ, വെരി ഗുഡ്. ഈ വണ്ടി ഇവിടെ പണിക്ക് കയറിയിട്ട് എത്ര നാളായി? 4-5 ദിവസമായി. എല്ലാം കൂടി ഇപ്പൊ 4-5 കോയിൻസിഡൻസ് ആയല്ലോ. ഡിക്കി ഒന്ന് തുറന്നേ. അയ്യോ സാറേ, ഡിക്കി കംപ്ലൈന്റ്. ഡിക്കി പെട്ടെന്ന് കംപ്ലൈന്റ് ആയോ? അല്ല, ഡിക്കി കംപ്ലൈന്റ് ആയിട്ട് കയറ്റി വേണ്ടിയാ സാറേ. ആണോ? Do you think the rope is going to be inside the dicky? Huh? ആഹാ, Will we find the rope? ഡിക്കി തുറന്നല്ലോ. ഇങ്ങനെ കേടായ ഡിക്കി ഞാൻ റെഡിയാക്കി. മലയാളിയോട് പറഞ്ഞേക്കേ, ക്രെഡിറ്റ് ഞാൻ എടുത്തോ. ബ്യൂട്ടിഫുൾ ഡിക്കി. കിടക്കി സാറേ, ഈ ലാച്ച് കണ്ടു, അത് കംപ്ലൈന്റ് ആയിരുന്നു. നമുക്ക് മാറാൻ വേണ്ടി ഇരുന്ന ചില സമയത്ത് ഇത് അൺലോക്ക് ആവും, ചില സമയത്ത് കയറി ജാം ആവും. എന്ത് ഭാഗ്യത്തിന് ഓപ്പൺ ആയതാ. അപ്പൊ ഡിക്കിക്ക് മൂഡ് സിങ്സും ഉണ്ടല്ലേ? നല്ല സ്പേസ് ഉണ്ടല്ലോ. നോക്കട്ടെ. തലയാണയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിലൊരാളെ സുഖമായിട്ട് കടത്തിക്കൊണ്ട് പോകാം അല്ലേ? ഇത് നോക്ക് സാറേ, അളിയനെ കാണാത്ത ദിവസം രാത്രി ഞാനും ഫാമിലിയും കൂടെ പെരുന്നാൾ കൂടാൻ പോയേക്കുക. പോരാ തന്നെ കമ്മിറ്റി മെമ്പർ 3-4 ദിവസമായിട്ട് ഞാൻ പള്ളിമുട്ടിൽ തന്നെ ഉണ്ട്. ഇവിടെ മൂത്രമൊഴിക്കാൻ സമയം കിട്ടിയിട്ടില്ല, അപ്പോഴാ കിഡ്നാപ്പിങ്. ഇനി സാറിന് സംശയം ഉണ്ടായി, സാറ് പള്ളി വിളിച്ചു ചോദിക്കും മാത്യൂസ് എന്നാ ഉണ്ടായിരുന്നു ഇല്ലയോ എന്നൊക്കെ. എന്നാടാ അണ്ണാ, മറ്റേ പുള്ളി ഇടുക്കി കുടുങ്ങി. അയ്യോ, തൻ്റെ ആരെ ഇടുക്കി കുടുങ്ങിയത്? ഡേയ്, വണ്ടിക്കൊന്നും പറ്റാണ്ട് നോക്കണേ. വലിച്ചെടുക്ക്. സാറേ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എടോ, തന്നോട് ആരാ പറഞ്ഞ് ഇടുക്കി വലിഞ്ഞു കയറാൻ? സാറേ, എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ക്ലിയർ ആയോ? എല്ലാം ക്ലിയർ ആയി. ഈ വണ്ടിയല്ല, നമുക്ക് പോവാം. ഞാൻ എൻ്റെ അടുത്ത് കിടന്ന് പുഴി സാറേ, എനിക്കൊരു 4 സർവീസ് വേണം. 4? Again, they're eating and drinking. എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. എന്താ അത്? സാറേ, കസ്കസിടാൻ മാറുന്നു. അതിട്ടില്ലേ? അത് മിസ്സാക്കണ്ട, അതിട്ടോ. പിന്നെ വേറൊരു കാര്യം, 2 ദിവസം അതിനുള്ളിൽ കേസ് തീർന്നില്ലേ ഷെർലക് ഹോംസ് അന്വേഷണം അവസാനിപ്പിച്ചിങ്ങ് പോരെ. സാർ 2 ദിവസം വേണമെന്നില്ല, ഒറ്റ ദിവസം മതി. സാർ ആ കോളിസിന്റെ കാര്യം ഒന്ന് സംസാരിക്കോ? ഞാൻ ചോദിച്ചിട്ട് വലിയ കുലുക്കൊന്നുമില്ല, അവന്മാർ ചുമ്മായിട്ട് ചുറ്റിക്കുക. സാറൊന്ന് പ്രശ്നമാണെങ്കിൽ അത് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കേസ് തീർക്കാൻ പറ്റുമെന്നാണ് ലക്ഷ്മണൻ പറയണത്. ലക്ഷ്മണനാണെങ്കിൽ തീറ്റ ഭീമനെ പോലെയാ. എന്തൊരു ബില്ലാടോ ഇത്. എന്റെ ഗ്യാലറി സാർ, എന്തെങ്കിലും ഫുഡ് കഴിച്ചാലേ ബ്രെയിൻ വർക്ക് ആവുമെന്നാണ് ലെക്സ് പറയുന്നത്. എടോ, ഈ വലിച്ചു വാരി തിന്നുന്നൊന്നും കേസിൽ കാണുന്നില്ല. എടോ, അയാൾ ബിരിയാണി ചോദിച്ചാൽ താൻ കഞ്ഞി എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. ശരി സാർ. ലക്ഷ്മൺ, എന്തുണ്ട്? ഞാനെല്ലാം കേട്ടു. സോറി സാർ, ഫോൺ സ്പീക്കറിലായിരുന്നു. എടോ, നമുക്ക് ആ പ്രതികളെ പിടിക്കണ്ടേ? താൻ പറഞ്ഞ കോൾ ലിസ്റ്റ് ഞാൻ എടുത്തു തരാം. സാർ, ഒറ്റ ദിവസം അതിനുള്ളിൽ കേസ് ഇൻവോൾവ് ആയ എല്ലാ ആൾക്കാരും നമുക്ക് കിട്ടിയിരിക്കും. എടോ, ആ ജോസഫ് ആണെങ്കിൽ MLA കൊണ്ട് തുരുതുരാ വിളിപ്പിച്ചോണ്ടിരിക്കുക. ഞാനിതുവരെ ഫോൺ എടുത്തിട്ടില്ല. കിട്ടി സാർ. സാർ അപ്പോഴൊന്ന് ഫ്രീ ആവുന്ന. ലക്ഷ്മൺ, കുട്ടിന്റെ കാര്യം ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞല്ലോ കേട്ടോ. അതല്ല സാർ, പ്രതികളെ കിട്ടി. സാർ വൈകുന്നേരം ഒന്ന് ഫ്രീ ആകാൻ പറ്റൂ? കുഴപ്പമില്ല. ഓക്കെ. ശ്യാം സാറേ, ആ ബില്ല് ക്ലോസ് ചെയ്തേക്കും. ഈ കേസ് നമ്മൾ ഇന്ന് തന്നെ ക്ലോസ് ചെയ്യും. Okay. എവരിത് എവിടെ? മനുഷ്യര് കർപ്പൂരപ്പഴം കണ്ട് മരുന്നും കഴിച്ചിട്ട് കിടക്കട്ടെ നേരമായി. അവരെത്താറായെന്നാ ജോസഫ് പറഞ്ഞേ? ഓ, സാറേ ഇരിക്കും സാർ. Okay.
അപ്പൊ ഈ കിഡ്നാപ്പ് നടത്തിയത് റാക്കറ്റും കോപ്പൊന്നും അല്ല, ഈ വീട്ടിൽ തന്നെയുള്ള ആരുവാ അല്ലേടോ? അതെ സാർ, ജെഫിന്റെ മദർ തെരേസ. ഞാനോ? അതല്ല, ജെഫിന്റെ മദർ തെരേസയുടെ അക്കൗണ്ടിൽ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച 30 ലക്ഷം രൂപ, ആ തുക ലക്ഷ്യമാക്കി നടന്ന ഒരു പ്ലാന്റ് ഡ്രാമയാണ് സാർ ഈ കിഡ്നാപ്പ്. അതെ സാർ, ഈ ചാരി വെച്ച ഏണിയും ക്ലോറോഫോമിന്റെ പഞ്ഞിയും ഇതൊക്കെ ഈ വീട്ടുകാരുടെയും പോലീസിന്റെ ഒക്കെ വഴി തിരിച്ചുവിടാനുള്ള ഒരു പൊട്ട ഐഡിയ ആയിരുന്നു. അതാണ് പാളിപ്പോയത്. പയ്യൻ ജെഫിന്റെ അടുത്ത് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിച്ചത് ഉറങ്ങാൻ കിടന്നാൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബോധം വന്നപ്പോൾ ഞാൻ ആശുപത്രിയിലായിരുന്നു. അതായത് ഏകദേശം 12 മണിക്കൂറോളം ജെഫിൻ അബോധാവസ്ഥയിലായിരുന്നു. സാർ, നമ്മുടെ നാട്ടിലുള്ള കിഡ്നാപ്പിംഗ് മാഫിയൊക്കെ എങ്ങനെയാണ്? ഒരു വ്യക്തിന് ബോധം വന്നു കഴിഞ്ഞാൽ അവന്റെ മോന്തക്കരം കൊടുത്തിട്ട് ഒരു ഫോൺ കൈവച്ച് കൊടുത്ത് പട്ടി തന്നെ എന്നല്ലേ പറയൂ? അതെ, ഇവിടെ നേരെ ഓപ്പോസിറ്റാ. പയ്യൻ വീട്ടിലെത്തുന്നിടം വരെ അവന് ബോധം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ സംശയം. പിന്നീടാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. ജെഫിന്റെ ബോധം പോയത് ക്ലോറോഫോം വെച്ചിട്ട്. സാർ ഒരു മിനിറ്റ് ഇനി ഒന്ന്. സാർ ഇത് കുറച്ചുകൂടെ വലിയ റിവ്യൂല, കുറച്ചുകൂടെ മാസം സോറി. ജെഫിന്റെ ബോധം പോയത് ക്ലോറോഫോം വെച്ചിട്ടില്ലെന്ന് മനസ്സിലായി, പിന്നെ എങ്ങനെ അത് പറ. സാർ, ഞാൻ ഈ വീടിന്റെ ടെറസിന്റെ മണ്ടയ്ക്ക് കയറിയ സമയത്ത് എന്തെങ്കിലും തുമ്പോ ഫുഡ് പ്രിന്റ്സോ ഒക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ഈ ടെറസ് കംപ്ലീറ്റ് അരിച്ചു പറഞ്ഞു. അങ്ങനെ എന്റെ ഫുഡിന്റെ കീഴിൽ വെച്ച് തന്നെ കിട്ടി എനിക്ക് ഏറ്റവും വലിയൊരു തുമ്പ്. ജെഫിൻ പകുതി വലിച്ചിട്ട് പോയ സിഗരറ്റിന്റെ ആ തുമ്പ്. അതിനെ വലിക്കാറില്ലല്ലോ. കള്ളം പറയാൻ നോക്കണ്ട ജെഫിൻ. ഇതൊരു തുറന്ന കോടതിയാ ജെഫിൻ. ഇന്ന് ഇവിടെ ആർക്കും ഒന്നും ഒളിക്കാൻ പറ്റൂല. സമ്മതിച്ചു കൊടുത്തേക്ക്. പിന്നെ ഇയാളാണല്ലോ കോടതി അല്ലേ സാറേ? പല്ലിടിച്ച് അണ്ണാക്കിലേക്ക് കിണിക്കാത്ത കാര്യം പറയണേക്കാ. ആ പറഞ്ഞിട്ട് ഞാൻ കണ്ടേട്ടാ, വേണി പറഞ്ഞോട്ടടാ മോനെ. എന്റെ സാറേ 3-4 വട്ടം ഞാൻ പൊക്കിയതാ. അങ്ങോട്ട് പറഞ്ഞു കൊടുറാ. എന്റെ തലയിൽ തൊട്ട് നീ സത്യം ചെയ്തല്ലേടാ വലിക്കത്തില്ലെന്ന്, ദ്രോഹി. ചുമ്മാതല്ലട്ടോ നിനക്ക് ഇത്ര മുടി ഒഴിച്ചില്ലേ? ആ കാലിന്റെ കൈയല്ലേ തലേ വീണത്? അതിന്റെ ഇടയ്ക്ക് സാർ, ഒരു സിഗരറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കുറ്റി വരെ വലിച്ച് കമ്പനിപ്പടി വരെ എത്തിച്ച് ആരും കാണാതെ ഒളിപ്പിക്കുന്ന ജെഫിൻ ഒരിക്കലും ഒരു സിഗരറ്റ് പകുതി വരെ കത്തിച്ച് അവർ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അപ്പൊ തന്നെ ഞാനിത് പൊക്കി ടെസ്റ്റ് ചെയ്യാൻ ലാബിൽ വെച്ചു. ഞാൻ സംശയിച്ചത് കറക്റ്റ് ആയിരുന്നു സാർ. സിഗരറ്റ് സെഡേറ്റീവ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. സാർ, എവിഡൻസ് ആൻഡ് ലാബ് റിപ്പോർട്ട്. സാർ, ഈ സിഗരറ്റിൽ അടങ്ങിയ ഡ്രഗ് കോഡിൻ ആൻഡ് ട്രൈപ്പോഡിൻ എന്ന സെഡറ്റീവ് ഡ്രഗ് കണ്ടന്റ് ആണ്. ഇത് വെച്ചിട്ടാണ് ബോധമില്ലാത്ത ജെഫിന്റെ ബോധം പോയത്. ഈ സിഗരറ്റ് ആരുടെ കൊടുത്തത്? അവനാരും കൊടുത്തല്ലേ സാർ, അവൻ സ്വമേധയെ അടിച്ചു മാറ്റി മേടിച്ചതാണ്. എല്ലാ ദിവസവും മരുന്നെടുക്കാന്നുള്ള വ്യാജേനയിൽ അപ്പാപ്പൻ അവറാന്റെ മുറിയിൽ ചെല്ലുന്ന ജെഫിന്റെ ഉദ്ദേശം അവിടെ ഇരിക്കുന്ന പാക്കറ്റിനുള്ളിലെ ഫോറിൻ സിഗരറ്റുകളായിരുന്നു. അത് മനസ്സിലാക്കി ആരോ മനഃപൂർവ്വം ആ പാക്കറ്റ് മാറ്റിയതാണ് സാർ. അത് വേറെ ആരുമല്ല, ജെഫിന്റെ അങ്കിൾ ലാസർ. So it was the uncle. ഞാനോ? അയ്യോ ചേച്ചി, ഞാനല്ല. അതെ, താൻ തന്നെ. അന്ന് രാത്രി ജെഫിൻ റൂമിൽ ചെല്ലുകയും ബോധം കെട്ടുകിടന്ന ജെഫിനെ ബന്ദിയാക്കി ഫോട്ടോ എടുത്തതും അങ്ങനെയല്ല അങ്കിൾ ലാസർ തന്നെ. ഒരു സാധാ മെഡിക്കൽ സ്റ്റോർ ഉടമയുടെ ബുദ്ധിയല്ല സാർ ലാസർ അങ്കിളുടെ. കെമിക്കൽ എഞ്ചിനീയറിംഗ് തോറ്റ് ഫാർമസിസ്റ്റായ തന്റെ ഭാര്യയുടെ പേരിൽ ലൈസൻസ് എടുത്ത് നടത്തുന്ന മെഡിക്കൽ സ്റ്റോർ. അത് മാത്രമല്ല, തൊട്ടടുത്തുള്ള ക്ലിനിക്കുകളിലൊക്കെ ആവശ്യമുള്ള മെഡിക്കൽ ഡ്രഗ്സ് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറും കൂടാണ് സാർ ഇയാൾ. അയാളുടെ സ്റ്റോറിൽ ചെന്നപ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ചില മെഡിസിൻസ് എന്റെ സംശയങ്ങൾ വീണ്ടും കൂട്ടി. പിന്നെ മാത്യൂസിന്റെ വർക്ക്ഷോപ്പിൽ വെച്ച് ഞാൻ ഡിക്കിപ്പെട്ട് കിടക്കുമ്പോഴായിരുന്നു എനിക്ക് ലാബിൽ നിന്ന് ആ സിഗരറ്റിന്റെ ടെസ്റ്റ് റിസൾട്ട് വന്നത്. അപ്പൊ തന്നെ ഞാൻ ഉറപ്പിച്ചു, ലാസർ അങ്കിൾ ഹീസ് അവർ മാൻ. ഈ കള്ളന് വേണ്ടിട്ടാണ് നീ കാശ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞത്. ഈ കഴകെട്ടന്റെ കുടുംബത്തിൽ കയറ്റത് ഞാൻ പറഞ്ഞ എന്തായി? നമ്മുടെ അമ്മച്ചിയുടെ കാശ് അന്യായപ്പെട്ടു പോകും തോന്നിയൊരു ബുദ്ധിയാ. ചേച്ചിയോട് ക്ഷമിക്കണം. അങ്കളെ നാറി, ഇയാൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ കിഡ്നാപ്പ് ചെയ്യാൻ? ഇവിടെ വേറൊരുത്തി ഉണ്ടല്ലോ, അവളുടെ ഭർത്താവ് ഉണ്ടല്ലോ. ആ നാറിയിടയിലൊക്കെ എന്നെ ഉണ്ടാവാനാ. ജോമോൾ, അമ്മച്ചിക്ക് എപ്പോഴേലും മനസ്സിലായോ അങ്ങനെ തന്നെ കാണാം? എനിക്ക് ഇയാൾ അന്ന് സംശയം ഉണ്ടായിരുന്നേ, ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ചേച്ചിക്ക് അറിയാലോ ഈ ലാസറിനെ. ചേച്ചിയുടെ മടി കിടന്നല്ലേ ഈ ലാസർ വളർന്നത്. ഓ, ഇതെങ്ങാടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തറവാടിന്റെ മാനെന്ന് മുഴുക. സാറേ, നമുക്ക് അറിയേണ്ടതല്ല അറിഞ്ഞല്ലോ. നമുക്ക് ഇതിവിടെ ഉപേക്ഷിച്ചാലോ? എന്റെ കുടുംബത്തിന്റെ മാനം പ്ലസ് എന്റെ സേഫ്റ്റി ഹോംസ്. അപ്പൊ ഈ കിണാപ്പം പുറത്തുനിന്ന് ആരുടെ സഹായം ഇല്ലാതാണ് അതൊക്കെ ചെയ്ത്? പുറത്തുനിന്ന് ആരുടെ സഹായം ഉണ്ടായിട്ടില്ല സാർ. പക്ഷെ വീടിന്റെ അകത്തുനിന്ന് സഹായം ഉണ്ടായിട്ടുണ്ട്.
രാവിലെ പത്രത്തിന്റെ കൂടെ ഫോട്ടോ കൊണ്ടിട്ടതും സിഗരറ്റ് പാക്കറ്റ് മാറ്റാൻ ഒത്താശ ചെയ്ത് കൊടുത്തതും തന്ത്രപരമായിട്ടത് ജെഫിനെ കൊണ്ടെടുക്കാൻ പ്ലാൻ ഇട്ടതും എല്ലാം അവറാൻ തന്നെ. ആരാ എന്റെ മരുന്നൊന്നും എടുത്തോണ്ട് വരുന്നേ? ഇന്നും കൂടെ ഞാൻ എടുത്തോണ്ട് വരാം. ഗുഡ് ബോയ് ആണേ. സൗണ്ട് കേൾക്കുന്നു. സാർ അത് അന്നത്തെ ദിവസം വീട്ടിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും കോൾ ഡീറ്റെയിൽസ് ആണ് സാർ. ഇവര് പറഞ്ഞ കഥയിൽ ഈ ജോമോടെ മിസ് കോൾ കൊണ്ട് ഞാൻ തിരിച്ചു വിളിച്ചില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ ഈ കാര്യം അറിയത്തില്ല. ഞാൻ അപ്പോഴാ പറഞ്ഞു ഇവനെ വിളിക്കണ്ടെന്ന്. അന്ന് രാവിലെ വീട്ടിൽ ജെഫിനെ കാണാനില്ല എന്നറിഞ്ഞ് അരമണിക്കൂറിന് ശേഷം, അതായത് കിഡ്നാപ്പേഴ്സ് വിളിക്കുന്നതിനും അരമണിക്കൂർ മുമ്പ് അവറാന്റെ ഫോണിൽ നിന്ന് ലാസറിന് ഒരു കോള് പോയിട്ടുണ്ട്. അത് വേറൊന്നിനും ആയിരുന്നില്ല. ലാസറെ, ഞങ്ങളിപ്പോ പോലീസ് സ്റ്റേഷനിലോട്ട് പുറപ്പെടാൻ പോവാ. എത്ര നേരമായത്? പോവാ. പറഞ്ഞല്ലേ പോലീസിനെ ഫോൺ വിളിച്ച് പറയാന്ന്. ജെഫിനെ ജെഫിനാണെന്ന് വിചാരിച്ചോ അപ്പച്ചാ? ഞാൻ പറയുന്ന സ്ഥലത്ത് ഞാൻ പറയുന്ന സമയത്ത് 30 ലക്ഷം രൂപയുമായി നിങ്ങൾ എത്തണം. ഓക്കെ? 30 ലക്ഷം ഫിക്സ്. ഇനി കൂട്ടല്ലേ? പിന്നെല്ലാം ലാസർ അങ്കിളിന്റെ പ്ലാൻ പോലെ തന്നെ. അതിനുശേഷം 8 മണിയായപ്പോൾ മെഡിക്കൽ സ്റ്റോർ തുറന്ന് ആർക്കും ഒരു സംശയം തോന്നാതെ അടുത്ത കരുക്കൾക്ക് വേണ്ടി ഒരു കുറുക്കനെ പോലെ വെയിറ്റ് ചെയ്തിരുന്നു അല്ലേ? ഈ സമയം കടയും പൂട്ടി ഞങ്ങൾ എങ്ങോട്ടാ പോയെ? ഞാൻ മെഡിസിന്റെ സ്റ്റോക്ക് എടുക്കാൻ പോയി. ഞാൻ എല്ലാ മാസവും 6-ാം തീയതി അവിടെ പോയാ സ്റ്റോക്ക് എടുക്കുന്നത്. ലാസർ അങ്കിളുടെ ആ മൊഴി ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇൻഫർമേഷൻ ആയിരുന്നു. സാർ, ഇയാൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ മാസവും പതിവ് ഇയാൾ അവിടെ സ്റ്റോക്ക് എടുക്കാൻ പോകാറുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. അവിടെ നിന്ന് കിട്ടിയ CCTV ഫുട്ടേജ് അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. അയാൾ എല്ലാ തവണയും മെഡിസിൻ സ്റ്റോക്ക് എടുത്ത് വണ്ടിയുടെ ഡിക്കിയിലിട്ടാണ് കൊണ്ടുപോകാറ്. പക്ഷേ ലാസറങ്ങൾ അന്ന് മാത്രം പാളിപ്പോയി. ജെഫിനെ കാണാതെ ദിവസം ഇയാൾ സ്റ്റോക്കെല്ലാം ബാക്ക് സീറ്റിൽ തള്ളി. വൈ ആ കാറിന്റെ ഡിക്കിയിൽ ജെഫിൻ ഉണ്ടായിരുന്നു സാർ. അന്ന് അയാൾ മെഡിക്കൽ ഷോപ്പിൽ മനഃപൂർവ്വം പോയി ഒരു പണിയില്ലാതെ ഈച്ചടിച്ച സമയം അതിലുള്ള ഒരു ഈച്ചയ്ക്ക് പോലും അറിയില്ലായിരുന്നു സാർ പുറത്തു കിടന്ന അയാളുടെ കാറിന്റെ ഡിക്കിയിൽ ജെഫിൻ ഉണ്ടായിരുന്നു എന്ന സത്യം. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. ഈ ഒറ്റോരത്തര എന്നെ കൊണ്ട് പിരികേറ്റ് ഇതൊക്കെ ചെയ്യിച്ചത്. ജെഫിൻ പോലും കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലെന്ന് ഉച്ചയ്ക്ക് മുന്നേ പരിപാടി തീരുമെന്നും കോൺട്രാക്ട് വിഷയം കാരണം ജോസഫ് കേസിനും മക്കാലത്തിനും ഒന്നും പോകത്തില്ലെന്നും പറഞ്ഞപ്പോൾ ഞാനങ്ങ് കൈ കൊടുത്തു പോയി സാറേ. ഇവരോട് ഞാനൊരു 100 വട്ടം പറഞ്ഞതാ വേണ്ട നിന്നോടാ. 100 വട്ടം ഒന്നും പറഞ്ഞു സാറേ, 1 വട്ടം പറഞ്ഞുള്ളൂ. 2ാമത്തെ പ്രാവശ്യം പുള്ളി സമ്മതിച്ചു. എടാ, കാര്യം നീ പറയുന്നതൊക്കെ ശരിയാ. ഇങ്ങനൊരു ഐഡിയ നിനക്കുണ്ടായാലും എനിക്കൊരു അത്ഭുതമില്ല. നീ എന്റെ വിത്ത് തന്നല്ലേ. പക്ഷെ ഇതിനകത്തൊക്കെ കുറച്ച് റിസ്ക് ഇല്ലേ? അയ്യോ, അപ്പ ഒരു റിസ്കും ഇല്ല. ഞാൻ അപ്പന്റെ കൂടെ ഇല്ലേ. പിന്നെ കാര്യം നടന്നു കഴിയുമ്പോ അപ്പന്റെ തനിക്കുണം കാണിക്കരുത്. എന്നെ എന്റെ കെട്ടിയോളെ കുടുംബത്തെ കയറ്റണമെന്ന്. അത് ഞാനേറ്റ്. ആ, അത് മതി. ചെറുക്കന് കുഴപ്പമൊന്നും വരുത്തില്ലല്ലോ അല്ലേ? എന്റെ കർത്താവേ, ഇതെല്ലാം അങ്ങോട്ട് വരാൻ വേണ്ടിട്ടാണ്. എന്തേ എല്ലാവരുടെ മേലെ പിരിവെട്ടിയാ? എല്ലാവർക്കും എന്നെയായിരുന്നല്ല സംശയം. എന്നാലും അപ്പാ നിങ്ങള് മക്കളെ, നീ എന്റെ പാക്കറ്റിൽ നിന്ന് വർഷങ്ങളായിട്ട് സിഗരറ്റ് അടിച്ചു മാറ്റി വലിക്കുന്ന അറിഞ്ഞിട്ട് ഇന്നേ ഒരു വാക്കുകൊണ്ടെങ്കിൽ നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്താ കാര്യം? എനിക്കറിയാൻ പാടില്ല. സ്നേഹം. എന്നെ വലിപ്പിച്ചാലും കുഴപ്പമില്ല, പൊന്നുമക്കള് വലിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലയോ? നല്ല വിചാരോട്ടാ സാറേ. ഇത്ര സത്യങ്ങൾ എല്ലാരും അറിഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി ഒരു സത്യം കൂടെ പറയാനുണ്ട്. സാറിന്റെ ഇടയ്ക്ക് കയറി ആരോ കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ പകുതിക്ക് വെച്ച് എല്ലാം അവസാനിപ്പിച്ച് ചെറുക്കനെ കളഞ്ഞതാ. അന്ന് വീട്ടിൽ എന്റെ കയ്യിൽ നിന്ന് പോയി. എടാ മോനെ, പുറത്ത് പോലീസ് വന്നേക്കുന്നതാ. ആ കൊച്ചിന്റെ വാക്ക് കേട്ട് ആ കാവറക്കി വിളിച്ചോണ്ട് വന്നതാണ്. അപ്പൻ അവൾ എവിടെയെങ്കിലും കൊണ്ട് കൂട്ടിയിട്ട് ഇനി താഴോട്ടെ കാണാൻ വന്ന പത്തായത്തിൽ ഞാൻ പൂച്ചാട്ടിനെ തുറന്നുവിടും. അറിയാലോ എന്നെ. ഫോൺ
ഹലോ അപ്പാ. ലാസറേ, എടാ ചെറുക്കനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് വന്നിട്ടുണ്ടാ. പോലീസോ? എനിക്ക് കയ്യും കാലും മറച്ചിട്ട് വയ്യ. ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു. നീ എത്രയും പെട്ടെന്ന് തന്നെ ചെറുക്കനെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് ജോസഫിനെ വിളിച്ച് പറയാൻ നോക്കണ. ഓവർ ഓവർ. അപ്പാ അപ്പാ എവിടെ കൊണ്ടക്കളയാൻ? പിന്നെ ഞാനൊന്നും നോക്കിയില്ല. അപ്പം പറഞ്ഞ പോലെ ചെറുക്കനെ കളയാൻ വേണ്ടി തൊട്ടടുത്തുള്ള പാറവടയിലേക്കാണ് ഞാൻ പോയത്. ഹലോ, കിഡ്നാപ്പർ സ്പീക്കിംഗ്. നിങ്ങളുടെ മകൻ ജെഫിനല്ലേ? അത് ഞങ്ങൾ ഉദ്ദേശിച്ച ജെഫിനല്ല. അതുകൊണ്ട് അവനെ റബ്ബറും കാടിനകത്തുള്ള പാറമടയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. വീട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കളക്ട് ചെയ്യുക. ബുദ്ധിമുട്ട് ജയിൽ ഖേദിക്കുന്നു. സോറി. Okay, so it was abandoned here. Okay. ചെറുക്കനെ കളഞ്ഞ് വരാൻ നേരമാണ് ഞാൻ ജോമോളെ തിരിച്ചു വിളിച്ചത്. ഹലോ ജോമോളെ. ഹലോ, എടാ നീ പെട്ടെന്ന് വീട്ടിലോട്ട് വന്നേ, ഒരു കാര്യമുണ്ട്. എന്താ ചേച്ചി? ഇങ്ങോട്ട് വാടാ കോപ്പേ, വന്നിട്ട് പറയാം. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ വന്ന് കുറച്ച് ഷോ ഇറക്കി വീട്ടുകാരെ കൊണ്ട് ചെറുക്കനെ തപ്പിയെടുക്കാനായിരുന്നു എന്റെ പ്ലാൻ. ചേച്ചി തീ മുണങ്ങിയിരുന്നിട്ട് ഒരു കാര്യമില്ല. വണ്ടി എടുത്ത് ഇറങ്ങണം, അന്വേഷിക്കണം. അളിയൻ എന്തിയെ? അപ്പോഴും അളിയൻ വന്ന് പറയുന്നു കിഡ്നാപ്പേഴ്സ് വീണ്ടും വിളിച്ചെന്ന്. ഞങ്ങൾ ഞെട്ടിപ്പോയി സാറേ. ഏത് നമ്മുടെ തുരുത്തിനടുത്തുള്ള അപ്ഡേറ്റ്? ആ, അതിന് ചോട്ടിച്ചെന്നാ ജെഫി മോനെ വിട്ടുതരാന്ന് പറഞ്ഞു. നമ്മൾ ഈ പൈസ മുഴുവൻ അവന്മാർ കൊണ്ട് കൊടുക്കണം. എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് ചോദിച്ചാൽ ആടിമാസം കഴിവോ? ചെക്കന്റെ ജീവൻ വെച്ച് റിസ്ക് എടുക്കണ്ട. അപ്പാ അവന്മാരാരെങ്കിലും കണ്ടുപിടിക്കണം. നമ്മുടെ അടുത്ത് ചെറുക്കനെയും തട്ടി കാർന്നമാരുടെയൊക്കെ വരുന്ന കാശ് കണ്ടവന്മാര് കൊണ്ടേ തിന്നാൻ നിൽക്കേ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഇതിനിടയിൽ കളിച്ചവന്മാർ ആരാണെങ്കിലും അവനെ ഞാൻ വെറുതെ വിടത്തില്ല. അവന്മാരാരാന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വണ്ടി കയറി പോയത്. പക്ഷെ അവന്മാരെ കൈ കിട്ടിയില്ല. സത്യം ചെറുക്കനെ സേഫ് ആയിട്ട് കൊണ്ട് കളഞ്ഞ. പിന്നെന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. കൊള്ളാം, പിടിച്ച നായപ്പ പുതിയ കഥ ഇറക്കാപ്പാ. അല്ല, ഞാൻ പറഞ്ഞ സത്യമാ. ഇല്ലപ്പാ. പിന്നെ എങ്ങനെയാണ് ചെക്കൻ അക്കോഡിലെത്തിയത്? എന്തായാലും തന്നെ പൊക്കി. ഇനി നിന്ന് മെഴുകാതെയുള്ള കാര്യം പറ. ഇയാള് പറഞ്ഞൊക്കെ സത്യമാണ് സാർ. യെസ് സാർ. ഈ കോൾ ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. പിന്നീട് അങ്ങോട്ട് ഇവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടിയാണ് അന്ന് പോലീസ് വീട്ടിൽ വന്നതെന്ന് മനസ്സിലാക്കിയ അവരായിരുന്നു. തീർച്ചയായിട്ടും ലാസർ അങ്കിളിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവണം. അവന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷന് വന്നതാണോ? അവനെ വിളിക്ക്, എനിക്ക് പോയിട്ട് വരെ പണിയുണ്ട്. അവരെ ജെഫിന്റെ പാസ്പോർട്ട് വെരിഫിക്കേഷന് വേണ്ടി വന്നതാ. പേടിക്കണ്ട, പോലീസുകാർക്ക് ഒന്നും അറിഞ്ഞൂടാ. വീട്ടിലെ കുട്ടിയെ എടുത്ത് സംസാരിച്ചപ്പോഴാണ് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത്. ആ ഒരു ടൈം ലൈനിലാകണം അവൾ അപ്പാപ്പനുള്ള കെണി ഉണ്ടാക്കിയത്. സോറി. അങ്ങനെയാണ് സാർ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടാകുന്നത്. കൊച്ചു പണി കൊടുത്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവർ വീണ്ടും ഈ പ്രോജക്റ്റ് ഓൺ ആക്കിയേനെ. എനിക്ക് അളിയൊരു നല്ല സംശയമുണ്ട് സാർ. അയാളെ വിളിച്ചു പറഞ്ഞ ചെക്കനെ കൊണ്ട് ഉപേക്ഷിച്ചത്. എന്നൊന്നും ആരും വിളിച്ചിട്ടില്ല സാറേ. ഇവിടെ ഞാൻ ജെഫിന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ആ സമയത്ത് ഞാൻ കിഡ്നാപ്പർ ആയിരുന്നു. യെസ്, ഹി ഈസ് കറക്റ്റ്. അത് ശരി. കോൾ വന്നിട്ടുണ്ട് സാർ. ജെഫിന്റെ ഫോണിൽ നിന്ന് വന്ന രണ്ടാമത്തെ കോൾ. കണ്ടോ സാർ? സാർ കോൾ വന്നു. ജെഫ് മോൻ വിളിക്കണേ. പക്ഷെ അറ്റൻഡ് ചെയ്ത ജോസഫ് അല്ല. ഞാൻ സംസാരിക്കാം. അല്ലേ മമ്മി? മക്കളെ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. നിങ്ങൾ പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് പൈസ കൊണ്ടുവരാം. ഹലോ ഹലോ, എന്റെ സാറേ, ഞാൻ അങ്ങോട്ട് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇങ്ങോട്ട് ഞാൻ ഒന്നും കേട്ടിട്ടില്ല. സംശയമുണ്ടോ? Sabrish is like, everybody is screwing me around. Huh? What the hell is going on? സാറേ, മമ്മി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഞാൻ അങ്ങനെയല്ല മമ്മിനെ വളർത്തിയത്. സാർ, അവറാനും ലാസർ ഇതിനകത്ത് ഒരുമിച്ചാണ് ഓപ്പറേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഇൻവോൾവ് ആയ മറ്റൊരാൾ അതാരാന്നുള്ള സൂചന ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. സാർ, അവരാന്റെ വെടി കൊണ്ട് തകർന്ന കടത്തൽ കൂട് വലിയ കടത്തൽ. ഈ കേസിലെ വലിയൊരു വഴിത്തിരിവാന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ലാസർ അങ്കിളിനെ പൊക്കെ സന്തോഷത്തിൽ തുറന്നു വന്ന എനിക്ക് ഒരു കൈത്താങ്ങായി എത്തിയ വർക്ക്ഷോപ്പിലെ ആ വെള്ള ബനിയിട്ട ചേട്ടൻ.
he smelled something fishy. എവിടെ കടന്നല് കുത്തിയുണ്ട് മരുന്ന് വരുത്താൻ സമയായി. അതെന്തോ ഇവന്റെ ഞാൻ പറഞ്ഞില്ല അപ്പനെ കടന്നല് കുത്തിയത് അതിന്റെ ഓർമ്മ. Yes. The man behind the bushes. ആ വർക്ക്ഷോപ്പിലെ പണിക്കാരൻ. സാറേ പക്ഷെ എല്ലാത്തിനും പുറകെ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? His master, the planner, and his owner. അത് കൊള്ളാം. കുടുംബത്തിന് തോന്നിയ ദിവസം പറയാ, കുറച്ചു മുന്നേ പറഞ്ഞ കപ്പിയും കയറുന്നു, ഇപ്പൊ പറയാ കടന്നല്ല കുത്തന്ന്. വായി തോന്നോ ചുമ്മാ വിളിച്ചു പറയരുത്. എന്റെ ചാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. സാറുമാർക്ക് സംശയം എന്റെ വർക്ക്ഷോപ്പിലൂടെ ഞാൻ കാണിച്ച 2-3 കടന്നല്ല കൂടും. അതിലൊരെണ്ണം നല്ല തീട്ട് കത്തിച്ചോളും. അപ്പോഴാണ് എന്റെ പിള്ളേരെ കുത്തോണ്ടായിരിക്കും. എടോ ഈ 2 മണ്ടന്മാരും അറിയാതെ അയാൾ എങ്ങനെ എന്റെ ഇടയ്ക്ക് കയറി കളിച്ചത്? സാർ അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകാൻ കാരണം സാറാ. അതെ, ലാസറങ്ങളും മാത്യൂസും ഒരേപോലെ ഇൻവോൾവ് ആണെന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇവർ തമ്മിൽ കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയില്ല. കാരണം തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇവർ രണ്ടും ഒരുമിച്ചാണ് അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും അങ്ങനെ പറയില്ല. അപ്പോഴായിരുന്നു സാറിന്റെ ഫോൺ വരുന്നതും. സോറി സാർ, ഫോൺ സ്പീക്കറിലായിരുന്നു. എനിക്കെല്ലാം കണക്ട് ആവുന്നത്. ജെഫിനെ ഉപേക്ഷിച്ച സ്ഥലം പറയാൻ ലാസർ ജോസഫിനെ വിളിച്ച ആ കോൾ. ഹലോ, കിഡ്നാപ്പർ സ്പീക്കിംഗ്. അത് അറ്റൻഡ് ചെയ്തത് മമ്മിയായിരിക്കാം, പക്ഷെ അത് ഒളിഞ്ഞു കേട്ടത് മറ്റൊരാളാണ്. നിങ്ങളുടെ മകൻ ജെഫിനില്ലേ? അത് ഞങ്ങൾ ഉദ്ദേശിച്ച ജെഫിനല്ല. അതുകൊണ്ട് വീട്ടിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കളക്ട് ചെയ്യുക. ബുദ്ധിമുട്ട് ജയിൽ ഖേദിക്കുന്നു. സോറി. ഹലോ ഹലോ, നിങ്ങളെവിടെ? ഞങ്ങൾ വർക്ക്ഷോപ്പിലുണ്ടോ? ഞാൻ പറഞ്ഞു പോകണം. ഹലോ അണ്ണാ, പയ്യൻ ഇവിടെ തന്നെ ഉണ്ട്. ഉണ്ടോ? എടാ അവന്റെ ഫോൺ ഉണ്ടോ നോക്കി. ഫോൺ എന്റെ കയ്യിലുണ്ട്. എന്നാ ഞാൻ പറയുന്ന പോലെ ചെയ്യും. Okay, I see. ഹലോ, 1 മണിക്കൂർ പറഞ്ഞ കാശുമായി തുരുത്തിനടുത്തുള്ള അക്കുഡേറ്റിന്റെ താഴെ വരണം. ഞങ്ങൾ അവിടെ കാണും. ഇത് നമ്മുടെ തുരുത്തിനടുത്തുള്ള അക്കുഡേറ്റാ? അല്ല, നമ്മൾ ഈ പൈസ മുഴുവൻ അവന്മാർക്ക് കൊണ്ട് കൊടുക്കണം. എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് ചോദിച്ചാൽ ആണിമാസം കഴിവോ? ചെക്കന്റെ ജീവൻ വെച്ച് റിസ്ക് എടുക്കണ്ട. അവര് വിളിക്കുന്നു. കാറിൽ നിന്ന് ഇറങ്ങി അക്കുഡേറ്റിന്റെ താഴത്തേക്കോ? ഞാൻ അക്കോഡക്സിന് താഴെ എത്തി. പെട്ടിയാ കയറി കെട്ടിക്കോ. Let's go. സാർ, പെട്ടി വലിച്ചെടുക്കാൻ ഉപയോഗിച്ച കയർ, ഫിംഗർ പ്രിന്റ്സ്. തനിക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? മൗനം സമ്മതം. He has confessed. തനിക്കിനി വല്ലതും പറയണ്ട. അവന്റെ ഒരു സേഫ്റ്റി ഹോംസ്. ചെക്ക, നാളെ നീ സ്റ്റേഷനിലേക്ക് വന്ന് എല്ലാത്തിന്റെയും പേരിൽ റിട്ടേൺ കംപ്ലൈന്റ് എനിക്ക് വന്നേക്ക്. ബാക്കി ഡിവൈസ് ഞങ്ങൾ നോക്കിക്കോളാം. ഇത് അൺഒഫീഷ്യലായി പോയി. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ തെളിവെല്ലാം കൂട്ടിക്കിടങ്ങടെ സ്റ്റേഷനിലേക്ക് എടുത്തു.
സാർ ഈ അവറാനും ലാസറിനെതിരെ മാത്രം നമ്മുടെ ഒരു സോളിഡ് എവിഡൻസ് ഉള്ളൂ. ഈ മാത്യൂസിനെതിരെ കടന്നതിൻ്റെ ഒരു കുത്ത് മാത്രമേ അത് 2 ദിവസം കഴിഞ്ഞാൽ പോവും. അല്ല അപ്പൊ ഈ കയറാ അത് വരുന്ന വഴി വാങ്ങിച്ചേ സാർ. അല്ല സാറിന് കുറച്ച് ധൃതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ നിറഞ്ഞു നോക്കി സാർ. പുള്ളി സമ്മതിച്ചു. സാർ കയറിന്റെ ബില്ലുണ്ട്, അതും കൂട്ടി വെച്ചോ. ജോസഫേ, ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് തന്റെ കുടുംബത്തിന്റെ അഭിമാനം അല്ലേ? അല്ല ബെസ്റ്റ് ഫാമിലി. ആ MLA കഴിവറിനെ ഒന്ന് കാണാനുണ്ട്. സാർ ഇനി ഡിന്നർ പ്ലാൻസ്? നോ, കേസ് ക്ലോസ്ഡ്. Case closed. Now no food. DYSP അങ്കിള് പറഞ്ഞ കേട്ടല്ലോ, എല്ലാത്തിനെയും ഞാൻ അകത്താക്കും, ഇൻക്ലൂഡിങ് ഡാഡി ആൻഡ് മമ്മി. ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം. ആ 35 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ. I can go to UK and ഇല്ലെങ്കിൽ കാണിച്ചുതരാം കേട്ടാ. he's like, I'll go to UK with that money. മോനെ ലാസ ഇനി വന്നേടാ. അപ്പാ അപ്പനെങ്ങും പോകരുത്, ഇവിടെ തന്നെ കാണണം കേട്ടല്ലോ. ഉണ്ടല്ലോ ജെഫിനെ. ബുൾഗാനെ ഞാൻ ഇവിടെ തന്നെ കാണണമെന്നല്ലേ അവള് പറഞ്ഞിട്ട് പോയത്. തന്നെ ഇനി എനിക്ക് കാണണ്ട. ഇനി എങ്ങാനും ബുൾഗാനെ എന്ന് വല്ലതും വിളിച്ചു വന്ന തന്റെ കെട്ടുവെള്ളം പോലത്തെ മീശം പിഴുതെടുക്കും. മോനെ, നിനക്ക് ഇത് തന്നെ കിട്ടണം. അവിടെ തന്നെ കിട്ടിയല്ല. നിങ്ങൾ എന്തൊരു മണ്ടനാ. അവരെ കയറെടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് എല്ലാം അങ്ങ് സമ്മതിച്ചു അല്ലേ? മൊണ്ണ നീയോട്ടല്ല, നീ എനിക്ക് പറക്കാതെ പോയ മോനാ കേട്ടോടാ. കൊള്ളതായില്ല മോനെ. കുട്ടിയും പോയി, കിടപ്പാടവും പോയി, ആ പാടുണ്ടായിരുന്ന മാനവും പോയി. താങ്ക്സ് അവൻ്റെ അമ്മമ്മയുടെ മാസ്റ്റർ പ്ലാൻ. So it's over. കൊടുങ്ങല്ലൂരിൽ വിവാഹത്തിന് വന്ന സ്ത്രീകളുടെ മാല ഡ്രോൺ ഉപയോഗിച്ച് മോഷ്ടിക്കാൻ ശ്രമിച്ച വീഡിയോഗ്രാഫറെ പോലീസ് പിടികൂടി. സാർ ഇതിനെതിരെ ആക്ഷൻസ് ഒന്നും കാണത്തില്ലേ? രജിസ്റ്റർ ചെയ്യാത്ത കേസിന് എന്തോന്ന് ആക്ഷൻ? എനിക്കൊരു പ്രതീക്ഷയുമില്ല. കിഡ്നാപ്പ് റാക്കറ്റിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇതിപ്പോ ഒരുമാതിരി കുടുംബ സീരിയലിനകത്ത് പെട്ട പോലെ. സാറേ ഈ റാക്കറ്റ്സിനെ അല്ലേ അവന്മാരെ നമുക്ക് പിടിക്കാന്നേ. തുടക്കം തൊട്ടേ നമ്മൾ അവന്മാർ കുറയല്ലേ. സാർ ഒരു ലോങ് ലീവ് ഇത് നമുക്ക് അൺഒഫീഷ്യലായിട്ട് തന്നെ അന്വേഷിക്കാം. എനിക്ക് തോന്നേ അവന്മാർ ആലപ്പുഴക്കാരാ. അവിടെ നല്ല സീ ഫുഡ് തന്റെ കൂടെ വരാനോ? 2 ദിവസം അന്വേഷണത്തിന് ബില്ല് 6700 രൂപ. ഞാൻ ഒറ്റയ്ക്ക് അന്വേഷിച്ചോളാം. അവന്മാരെന്തായാലും ഞാൻ പൊക്കും. ഒരു കേസ് രജിസ്റ്റർ ആവട്ടെ. ഒരു കേസ് അന്വേഷിച്ച് തെളിയിച്ചിട്ട് അത് പുറത്തു പറയാൻ പറ്റാത്ത ലോകത്തിലെ ആദ്യത്തെ പോലീസുകാരൻ സാറാ. എന്താ? അല്ല ഇത്രയും കാശ് ചെലവാക്കിയാൽ എന്താ? നമ്മൾ സുപ്രാന്റെ കേസല്ലേ തെളിയിച്ചത്. അതിനാ സുമ്മാവാ. ശരിക്കും തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കളിയാക്കല്ലേ സാറേ, ഈ പ്രായത്തിലൊക്കെ നല്ല വിശപ്പ്. നഗരത്തിൽ വീണ്ടും കിഡ്നാപ്പിംഗ് റാക്കറ്റ്. MLA ശ്രീനിവാസന്റെ മകൻ 25-കാരനെ ശ്രീജിത്തിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. അതീവ രഹസ്യമായി MLA പൈസ കൊടുത്ത് സ്വന്തം മകനെ രക്ഷിച്ചെങ്കിലും യൂട്യൂബറായ സുഹൃത്ത് അമൽ അത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആക്കി മില്യൻസ് കൊയ്തു. കുറ്റവാളികൾക്ക് മുന്നിൽ വെറും നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് പോലീസ്. നമ്മുടെ നാട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ റാക്കറ്റിൽ നിന്ന് രക്ഷിക്കാൻ ഇവിടെ ആരുണ്ട്? Already gone for the next mission. I loved how this Krishna Chandran's tea was over, and Kiran's was still there, like the personality in both that one shot. Okay, let me stop this. I think we should just have a spin-off with Detective Lakshman. What do you guys feel? I really loved in this entire series Krishna Chandran's character. In fact, no, why just Detective Lakshman? I think we can make a spin-off series of Kiran and Krishna Chandran solving a different case because
the continuity wise, you know that okay, they are they are out there to solve another mystery, another kidnapping case. They want to catch these culprits. So maybe we can have, and I think they make a good duo, and that can actually become a running series. They can actually make these characters permanent, these two characters, and just spin different stories around it. That's my thought. That's literally my first thought after I finished this episode. I liked how in this episode the edit and the pacing was just really, really quick. The way they established the first episode for this, the part 1 basically, with all the characters, and here in the second they just focused on the revelations and the family dynamics and why they would have done it. And I think the whole core of the story is, yes, money. Money is the root cause of all of these problems, man. And I think it's a very relatable thing, because we have heard so many cases where because of money there are just so many clashes within the family. It's not something that is unheard of in Indian families. Of course, this is taking it a little bit too far with the kidnapping case and all of that, but I'm just saying the core issue remains very, very real. So yes, I liked how they did not overcomplicate it. I liked the little twists that were coming. We knew, like, of course, everybody in the family was a suspect. I mean, I think you and I, we all knew that somebody from family is going to be the main culprit, but we have 3 main culprits and everybody had their own reasons. So I think that was kind of revealed really well. They did not sensationalize it too much, and I liked how there was this dialogue, oh no, this is like, you know, say it nicely, this is like a big reveal. So those little anecdotes were done really well. I loved the subtle comedy. I loved the chemistry of the actors, especially Kiran and Krishna Chandran. I was wondering how they are going to conclude this, because if they don't conclude it well enough, then obviously all the context setting that they did in the first part was gonna fall flat. But thankfully that did not happen, and in Karikka we trust. Now, I don't know after this when we are going to get the next sketch. Hopefully soon. We'll see. And yes, that was the reaction and the conclusion of Something Fishy. Please let me know what are your thoughts in the comments below. And with that, I will end this video here, and I'll see you soon on my next one. Bye.